യൂണിറ്റി എന്ന് പറയുന്ന കാര്യം നിലനിർത്താൻ വേണ്ടി ഈ രാജ്യത്തെ ഭരണഘടനാ നിർമ്മാതാക്കൾ ആദ്യം ഉപേക്ഷിച്ച സങ്കല്പമാണ് വൺ ഇന്ത്യ എന്നത്. എന്താണ് ഇന്ത്യക്കാരന് പൊതുവായിട്ടുള്ളത്? ഭാഷയില്ല, ചരിത്രമില്ല, നിർമ്മിതമായ ഒരു ചരിത്രം പോലും നമുക്ക് ആ നിലയിലില്ല, നരവംശ പ്രകൃതിയില്ല. നമുക്ക് ആ നിലയിൽ ആകെ ഉള്ള ഒരു സാധനമാണ് നമ്മൾ ഒരു പൊതു ഭരണഘടനയ്ക്ക് കീഴിൽ ഒരൊറ്റ പൗരത്വത്തിന് കീഴിൽ നിൽക്കുന്നു എന്നുള്ളത്. കമ്മ്യൂണൽ ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ലിംഗ്വിസ്റ്റിക് ഷോവനിസം കൂടെ അനുവദിക്കപ്പെട്ടാൽ ഇത് ചെതറിപ്പോകുന്നതാണ്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അവനവന്റെ ഭാഷയിൽ നിലനിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഈ നാടിന്റെ എല്ലാ പ്രദേശങ്ങളിലും സമരം ഉണ്ടാവുന്നു. പോറ്റി ശ്രീരാമലും 59 ദിവസം നിരാഹാരം കിടന്ന് മരിക്കുന്നു. ആ മരണത്തോടു കൂടി ഉണ്ടായ കലാപത്തിനപ്പുറം ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്ന് നോക്കി നമ്മൾ ഫസൽ അലിയുടെ പുതിയ കമ്മിറ്റീനെ വെക്കുന്നു. മറ്റെല്ലായിടങ്ങളിലും ഒറ്റ ഭാഷ എന്നുള്ളത് ഒരു യോജിപ്പിന്റെ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ യോജിപ്പിന്റെ മുദ്രാവാക്യമാകുമ്പോൾ ഇന്ത്യയിൽ ഒരൊറ്റ ഭാഷ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അനൈക്യത്തിലേക്ക് എത്തുന്നതായിരുന്നു. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള സ്നേഹവും ദേശീയതയും ആ സങ്കല്പം ചാലഞ്ച് ചെയ്യപ്പെടുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ്. ചാലഞ്ച് ചെയ്യപ്പെടുന്നത് എൻ്റെ ഭാഷ എന്ന സങ്കല്പമാണെങ്കിൽ, എൻ്റെ മലയാളി എന്ന സ്വത്വമാണെങ്കിൽ ഞാൻ അതിനെ നിലനിർത്താൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഫൈറ്റ് സ്വാഭാവികമായും എന്തിനെതിരെയായിരിക്കും? ഈ യൂണിറ്റിക്ക് എതിരെയായിരിക്കും ആ ഫൈറ്റ് നടക്കുക. 2025 ഇരുന്നു കൊണ്ട് 1960-ലോ 65-ലോ എടുത്ത ഒരു തീരുമാനത്തെ വിലയിരുത്താനുള്ള വൃഥാ വ്യായാമങ്ങളായിട്ടാണ് ഈ നെഹ്റുവിയൻ കാലഘട്ടത്തെ പറ്റിയുള്ള പഠനം എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം നമ്മൾ പലപ്പോഴും അതിവൈകാരികമായി രണ്ട് മതവിഭാഗങ്ങളോ രണ്ട് മതവിശ്വാസങ്ങളോ തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തെ കാണുന്നത്. അതിനെക്കാട്ടിലും അതിന്റെ ജിയോ പൊളിറ്റിക്കലായ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ നടത്തിയാൽ, അതിനകത്ത് നിങ്ങൾ ഈ വികാരത്തിന്റെ അംശം ഒഴിവാക്കി കളഞ്ഞ് നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും പാകിസ്ഥാനെ, ചൈനയെ കാശ്മീരിലേക്ക് കൊണ്ടുവരുന്ന ഘടകം? നമ്മൾ ഒരുമിച്ച് ചേർത്ത് ശക്തമായി പിടിച്ച മറ്റ് സ്ഥലങ്ങൾ പോലെ അല്ല കാശ്മീർ. കാശ്മീരിന് ഒരു ബാർഗെയിനിങ് പവർ ഉണ്ട്. കാശ്മീർ നമ്മളോടൊപ്പം വന്ന് നിൽക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമായിരുന്നു. ജിയോ സ്ട്രാറ്റജിക്കലി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂവിഭാഗത്തെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ നമ്മൾ ഏർപ്പെട്ട ഒരു കരാറാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. അന്നത്തെ നിലയിൽ അത് യുക്തിഭദ്രമായ ഒരു കാര്യമാണ് താനും. അപ്പൊ നമ്മൾ അത് അന്ന് ചെയ്തു. പാൻ ഇന്ത്യൻ ഇമ്പോർട്ടൻസ് ഉള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിലനിർത്തുകയും പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളുടെ നിയമനിർമ്മാണ അധികാരം പതുക്കെ എങ്കിലും സംസ്ഥാനങ്ങൾക്ക് കൈമാറിക്കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഡെവല്യൂഷൻ ഓഫ് പവറിലൂടെയാണ് ഒരു ഫെഡറേഷൻ വളരേണ്ടത്. കൺകറന്റ് ലിസ്റ്റിൽ ഒരു താല്പര്യ ഭിന്നത വന്നാൽ, താല്പര്യങ്ങളുടെ സംഘർഷം, ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ സംസ്ഥാനങ്ങളുടെ താല്പര്യം നടക്കണം എന്ന് നമ്മൾ പറയുന്നതാണ് ഫെഡറലിസം. ആന്ധ്രാപ്രദേശ് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള നാടും കേരളം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാക്ഷരതയുള്ള നാടുമാണ്. അപ്പൊ നോക്കി, ഒരു സംസ്ഥാനത്തിന് പോയിട്ട് ഒരു പ്രദേശത്ത് ജോഗ്രഫിക്കലി അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളുടെ പോലും വിദ്യാഭ്യാസത്തിലെ പ്രയോറിറ്റി മാറും. അപ്പൊ നമുക്ക് ഒരു ബ്ലാങ്കറ്റഡ് ആയ നിയമം കൊണ്ട് ഇതിനെ നേരിടുന്നതിനേക്കാൾ നല്ലത് അതിന്റെ പ്രാദേശിക വ്യതിയാനങ്ങളെ അംഗീകരിക്കുന്നതല്ലേ. സമ്പൂർണമായി എന്ത് ചെയ്യാണ്, വിദ്യാഭ്യാസം എന്നൊരു ഡൊമൈന്റെ മേലെ കേന്ദ്ര ആധിപത്യം നേടുന്ന സാഹചര്യം ഉണ്ടായാൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ അതൊരു നിഷ്കളങ്കമായ കാര്യമായിട്ട് കാണുന്നതും ഒരു കുഴപ്പമുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൽ ഇടപെടാനുള്ള രാഷ്ട്രീയത്തിന്റെ താല്പര്യം നിഷ്കളങ്കമല്ല. രാജസ്ഥാനിലെ ഇപ്പം റീസെന്റ് ആയി വന്ന പാഠപുസ്തകത്തിൽ ബാറ്റിൽ ഓഫ് ഹാൽദിഘട്ടി എന്ന് പറയുന്ന യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. നേരത്തെ അക്ബർ ആയിരുന്നു. നമ്മുടെ IIT-കൾ ഗോമൂത്രത്തിലേക്കും ചാണകത്തിലേക്കും പോവുകയും ബാക്കിയുള്ളവർ റോക്കറ്റിലേക്കും പ്ലാസ്മയിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും പോവുകയും ചെയ്താൽ നമ്മൾ എങ്ങോട്ടേക്കാണ് വളരുക? സമീപകാലത്ത് ഉണ്ടായ ഒരു കാര്യം, ഇന്ത്യ വിശ്വഗുരുവായി അംഗീകരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിന് പ്രധാനമായിട്ടും നമ്മൾ G20 പ്രസിഡൻസി ഇന്ത്യക്ക് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് പറയുന്നത്. 20 അംഗങ്ങൾക്ക് സൈക്ലിക്കായി വർഷാവർഷം കൈമാറപ്പെടുന്ന ഒരു കാര്യം സാങ്കേതികമായി നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് ആഘോഷിക്കപ്പെടാൻ അതിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള വ്യവഹാരമാണ് ഡീപ്പോർട്ടേഷൻ, അല്ലാതെ ഒരു രാജ്യം ക്രിമിനൽസിനോട് നടത്തുന്ന ശിക്ഷാവിധി അല്ലാതെ. ഗവർണർമാർക്ക് എത്രത്തോളം ഭരണഘടന അധികാരം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും കേരളവും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് പറഞ്ഞു. ഗവർണർമാരോട് അവരുടെ നിലയ്ക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഒരിക്കൽ ഗവർണറായി നിയമിക്കപ്പെട്ടാൽ ടു ആക്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്, അതാണ് ഗവർണറുടെ ജോലി. അല്ലാതെ അയാളെ നിയമിച്ച സർക്കാരിന്റെ ഏജന്റ് ആയിട്ട് ഒരു സംസ്ഥാനത്ത് വന്ന് പ്രവർത്തിക്കുക അല്ല എന്ന് സ്പഷ്ടമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. കേരളം വേറെ രാജ്യമല്ല എന്ന തിരിച്ചുപയോഗിക്കുന്ന മുദ്രാവാക്യം
ഇവിടുന്ന് അങ്ങോട്ടും പറയുമ്പോഴും ബാധകമാണ്. കേരളം ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ താല്പര്യങ്ങളും കേരളത്തിന്റെ ഡെവലപ്മെന്റും അതിന്റെ ഭാഗമായി തന്നെയുള്ളതാണ്. കേരളത്തിന്റെ ഡെവലപ്മെന്റൽ പ്രയോറിറ്റീസും തീർച്ചയായിട്ടും ഇന്ത്യ പരിഗണിക്കേണ്ടതാണ്. കാരണം കേരളം ഫ്ലാഗ് ബെയറർ ആയി പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും നഷ്ടം സഹിക്കാൻ പറ്റില്ല. എല്ലാവരും ഓടിയെത്തുന്നവരെ അവിടെ നിർത്താൻ പറ്റില്ല. റെമിറ്റൻസ് കൊണ്ട് കേരളം വളർന്നു എന്ന് പറയുന്നതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മരപ്പണി അറിയുന്ന ഒരാൾക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസവും കൂടെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ്. ഇതേസമയം നോർത്തിൽ നിങ്ങൾ ഇപ്പോഴും നോക്കിക്കോളൂ, ട്രേഡ് ക്രാഫ്റ്റുകൾ എപ്പോഴും ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ട് ജീൻ പൂൾ വഴി മാത്രം ട്രാവൽ ചെയ്യുന്നു. അതിനോടൊപ്പം വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസമോ ജീവിത നിലവാരമോ അവർ കൈവരിക്കാതെ പോകുന്നു. അതുകൊണ്ട് എന്താണ്, ഇതേ സ്കിൽ സെറ്റ് അവിടെ ഉണ്ടെങ്കിലും ആ സ്കിൽ സെറ്റിന് മറ്റൊരു രാജ്യത്ത് പോയി അവനവന്റെ കൂലിയുടെ 12 ഇരട്ടി വാങ്ങാൻ പറ്റുന്നില്ല. ഇന്ന് ഡൂൾ ടോക്കിൽ അതിഥിയായി എത്തുന്നത് ഭരണഘടനാ അധ്യാപകനായ കെ സംഗീതാണ്. കഴിഞ്ഞ 75 വർഷക്കാലമായി ഇന്ത്യ എന്ന ആശയത്തെ നിലനിർത്തുകയും ഈ നാട്ടിലെ സാധാരണക്കാരന് സംരക്ഷണമൊരുക്കുകയും ചെയ്യുന്നത് ഭരണഘടനയാണ്. പക്ഷെ പലപ്പോഴും ആ അർത്ഥത്തിൽ ഭരണഘടന നമ്മുടെ നാട്ടിൽ വലിയ രൂപത്തിൽ ആളുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ? എന്താണ് സംഗീതം തോന്നുന്നത്? നാനി പൽക്കിവാല എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകരിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതുന്നുണ്ട്, ലോകത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ലഭിക്കുകയും അതൊരു തരത്തിലും ഉപയോഗിക്കാൻ അറിയാതായി പോവുകയും ചെയ്ത എൻ്റെ ജനതയ്ക്കാണ് ഈ പുസ്തകം സമർപ്പിക്കുന്നതെന്ന്. അപ്പം അത് വളരെയധികം സത്യമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ്. അതിനകത്ത് വളരെ ഗൗരവമുള്ള ഒരു ഫാക്ടറും കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതിന് കാരണങ്ങൾ പലതാണ്. ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ മനുഷ്യർ നമ്മൾ ഈ 75 കൊല്ലത്തെ കാലഘട്ടത്തിലും അതിന് മുമ്പോട്ടൊരു 75 കൊല്ലത്തെ കാലഘട്ടത്തിലും എടുത്താലും ഏറ്റവും ഇൻ്റലിജൻ്റ് ആയ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെ വളരെ ഫൂൾ പ്രൂഫ് ആയ ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ഒരു പ്രത്യേകത, പരിണാമപരമായ പ്രത്യേകതയാണ് അവൻ എളുപ്പമുള്ളതാണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ ഭരണഘടന കൺസീവ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. നിങ്ങൾ അതിന് മേലെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഭരണഘടനയെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ. ആ ബുദ്ധിമുട്ട് നമ്മൾ സഹിക്കുന്നില്ല മനുഷ്യരെന്നുള്ള നിലയിൽ. നമ്മൾ കുറച്ചുകൂടി എളുപ്പമുള്ള സാധനങ്ങളെ, അല്ലെങ്കിൽ ഭരണഘടനയുടെ വ്യാഖ്യാനമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന മനുഷ്യർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണ്. അല്ലെങ്കിൽ ഭരണഘടനയേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന കുറച്ചുകൂടി ലളിതമായ കാര്യങ്ങളെ നമ്മൾ എടുക്കുകയാണ്. പക്ഷെ ഇവിടെ പറ്റുന്ന ഒരു പാളിച്ച എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ ആ കെട്ടിടം ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനും ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നതിനും ഒരു കാരണം ഉണ്ടാവും. ആ കെട്ടിടത്തിൽ നിങ്ങളൊരു മാറ്റം വരുത്താൻ വരുന്ന എഞ്ചിനീയർ ആണെങ്കിൽ ആദ്യത്തെ ആൾ എന്തുകൊണ്ട് അത് ഉപേക്ഷിച്ചു എന്നതിനെ പറ്റി മനസ്സിലാക്കാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ നിങ്ങൾ അതിന് കെട്ടിടത്തിന്റെ അടിത്തറ മാന്തും ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയക്കാരും ആ രാഷ്ട്രീയത്തെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ട നമ്മൾ എന്ന് പറയുന്ന ജനതയും നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇന്ന് ഇവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അന്ന് ഉപേക്ഷിക്കപ്പെട്ടത് എന്ന കാര്യം പരിശോധിക്കണം. അത്തരത്തിൽ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതും ചേർത്ത് വെച്ചതുമായ കാര്യങ്ങൾ, ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ നിലനിർത്താൻ വേണ്ടി? ഇപ്പോൾ ഒരു ഏറ്റവും ക്ലാസിക് ഉദാഹരണം എടുക്കാം. 1 ഇന്ത്യ എന്ന് ചേർത്ത് വരുന്ന ക്യാമ്പയിനുകൾ നിങ്ങൾ നോക്കാം. ഒരു കാര്യം, 1 ഇന്ത്യ 1 ലാംഗ്വേജ്, 1 ഇന്ത്യ 1 ഇലക്ഷൻ, ഓക്കെ, അല്ലെങ്കിൽ 1 ഇന്ത്യ കേൾക്കുമ്പോൾ എന്തൊരു രസകരമായ ഒരു സന്ദേശമാണത്. യൂണിറ്റി എന്ന് പറയുന്ന അതിമനോഹരമായ ആശയം എന്ന് പറയുന്നത്, സത്യത്തിൽ യൂണിറ്റി എന്ന് പറയുന്ന കാര്യം നിലനിർത്താൻ വേണ്ടി ഈ രാജ്യത്തെ ഭരണഘടനാ നിർമ്മാതാക്കൾ ആദ്യം ഉപേക്ഷിച്ച സങ്കല്പമാണ് 1 ഇന്ത്യ എന്നത്. കാരണം അവർക്ക് വ്യക്തമായും അറിയാമായിരുന്നു ഇന്ത്യ എന്നത് അതിനകത്ത് ഉൾച്ചേർന്നിട്ടുള്ള ബഹുസ്വരതയെ അഭിസംബോധന ചെയ്തുകൊണ്ടല്ലാതെ ഐക്യത്തോടെ നിലനിർത്താൻ പറ്റാത്തൊരു എൻറ്റിറ്റി ആണ് എന്നുള്ളത്. നമ്മൾ നാനാത്വത്തിലെ ഏകത്വമെന്നോ ഉപദേശീയതകളുടെ ചർച്ച എന്നൊക്കെ പറയുന്ന കാര്യം, അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന് നമ്മൾ പറയുന്നത് സത്യത്തിൽ ഭരണഘടന കൊണ്ടുവന്ന ഏകത്വമാണെന്ന് മനസ്സിലാക്കണം. എന്താണ് ഇന്ത്യക്കാരന് പൊതുവായിട്ടുള്ളത്? ഭാഷയില്ല, ചരിത്രമില്ല, നിർമ്മിതമായ ഒരു ചരിത്രം പോലും നമുക്ക് ആ നിലയിലില്ല, നരവംശ പ്രകൃതിയില്ല. നമുക്ക് ആ നിലയിൽ ആകെ ഉള്ള ഒരു സാധനമാണ് നമ്മൾ ഒരു പൊതു ഭരണഘടനയ്ക്ക് കീഴിൽ ഒരൊറ്റ പൗരത്വത്തിന് കീഴിൽ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ മലയാളി ആയിരുന്നു കൊണ്ട് ഇന്ത്യക്കാരനാവാൻ എന്നെ അനുവദിക്കാത്ത ഒരു ഭരണഘടനയാണ് അന്ന് എഴുതപ്പെട്ടിരുന്നതെങ്കിൽ ഈ സംവിധാനം അന്നേ പൊളിയുമായിരുന്നു. അപ്പൊ നോക്കൂ, ഇന്ത്യനെ ഇപ്പം വിൻസ്റ്റൺ ചർച്ചിലാണ് പറഞ്ഞത്,
ഇന്ത്യ എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ ജോഗ്രഫിക്കൽ എക്സ്പ്രഷൻ, ബ്രിട്ടീഷേഴ്സ് മെയ്ഡ് ഇറ്റ് എ പൊളിറ്റിക്കൽ റിയാലിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം നിലനിൽക്കില്ല എന്ന് അവരെല്ലാവരും കരുതിയെടുത്ത് നമ്മൾ അതിനെ നിലനിർത്തിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ. അത് ഒരുമിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞതിന്റെ കാര്യം അതിന്റെ ബഹുസ്വരതയാണ്. ആ ബഹുസ്വരതയെ അഭിസംബോധന ചെയ്യുന്ന ഒരൊറ്റ ചട്ടക്കൂട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ഇതിനെ ഒരുമിച്ച് നിർത്താമെന്ന ആ മനുഷ്യരുടെ ബുദ്ധിയാണ് എന്നെ നിങ്ങളെ ഇന്ത്യക്കാരനാക്കി നിലനിർത്തുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ, അത് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒറ്റ ഭാഷ എന്ന് പറയുന്നു. ഒറ്റ ഭാഷ എന്ന് ഇതിനു മുമ്പ് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാണ് ചരിത്രം പഠിക്കുന്നത്? നമ്മുടെ കാരണവന്മാരുടെ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കാതിരിക്കാനും കൂടെയാണ്. ഓക്കെ, അതിനെ നമ്മൾ ഭാവനാത്മകമായി പുനഃസംഘടിപ്പിക്കാനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നോക്കൂ, നമ്മൾ ആദ്യം ഇത് പറഞ്ഞു നോക്കിയതാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ആയിരിക്കണം. നമ്മുടെ ഭരണഘടന പറഞ്ഞതാണ്, ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ തീരുമാനിച്ചത് അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനനുസരിച്ച് ABCD സ്റ്റേറ്റുകളായിട്ട് ഇതിനെ തിരിക്കാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അതിനുവേണ്ടി നമ്മൾ ശ്രമം നടത്തി. ആ നിലയിൽ നമ്മളൊരു കമ്മീഷനെ വെച്ചു, SK ധാറിന്റെ കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റി ഇത് നിർദ്ദേശിച്ചു. അത് ജനങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലോ എന്ന് ഭയന്ന് അന്നത്തെ ഏറ്റവും പോപ്പുലർ ലീഡേഴ്സ് ആയിരുന്ന ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ ഇവരുടെ നേതൃത്വത്തിൽ ഈ കമ്മിറ്റി റിപ്പോർട്ട് പഠിക്കാൻ നമ്മളൊരു കമ്മിറ്റിനെ വെച്ചു. അന്ന് നെഹ്റു പറഞ്ഞൊരു കാര്യം, ഇന്ത്യ പോലൊരു ബഹുസ്വര സമൂഹത്തിൽ മതത്തിന്റെ പേരിലുള്ള പ്രശ്നം നിലനിൽക്കുമ്പോൾ, കമ്മ്യൂണൽ ഇഷ്യൂസ് നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ലിംഗ്വിസ്റ്റിക് ഷോവനിസം കൂടെ അനുവദിക്കപ്പെട്ടാൽ ഇത് ചെതറിപ്പോകുന്നതാണ്. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ്. അവനവന്റെ ഭാഷയിൽ നിലനിൽക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഈ നാടിന്റെ എല്ലാ പ്രദേശങ്ങളിലും സമരം ഉണ്ടാവുന്നു. പോറ്റി ശ്രീരാമലും 59 ദിവസം നിരാഹാരം കിടന്ന് മരിക്കുന്നു. ആ മരണത്തോടുകൂടി ഉണ്ടായ കലാപത്തിനപ്പുറം ഭാഷാടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകളെ എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്ന് നോക്കി നമ്മൾ ഫസൽ അലിയുടെ പുതിയ കമ്മിറ്റീനെ വെക്കുന്നു. കേരള അടക്കമുള്ള തെലുങ്കാന ഇന്ന് പോകുന്ന രൂപത്തിലടക്കം. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗം കുറെ കൂടി നമ്മൾ ഈ തലമുറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറെ കൂടി പഠിക്കേണ്ട ഒരു അധ്യായമാണ് ഭാഷാപരമായ സമരങ്ങൾ. തീർച്ചയായിട്ടും തോന്നുന്നു. ഒരുപക്ഷെ പിന്നെ സാധാരണ ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ മറ്റെല്ലായിടങ്ങളിലും ഒറ്റ ഭാഷ എന്നുള്ളത് ഒരു യോജിപ്പിന്റെ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ യോജിപ്പിന്റെ മുദ്രാവാക്യമാകുമ്പോൾ ഇന്ത്യയിൽ ഒരൊറ്റ ഭാഷ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും അനൈക്യത്തിലേക്ക് എത്തുന്നതായിരുന്നു നിങ്ങളിപ്പോൾ വിശദീകരിക്കുന്നത്. അതിന്റെ ആ ആ ചരിത്രം ഒന്നുകൂടെ ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സംഭവിക്കാൻ? അത് ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങളൊരു സാങ്കേതികമായിട്ട് അതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ നേഷൻ എന്നും സ്റ്റേറ്റ് എന്നും രണ്ട് സങ്കല്പങ്ങളാണുള്ളത്. ഓക്കെ, നേഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന ദേശവും ദേശീയതയും ഉൾപ്പെടുന്ന സങ്കല്പം. സ്റ്റേറ്റ് എന്നത് ഒരു പൊളിറ്റിക്കോ ലീഗൽ എൻറ്റിറ്റി ആണ്. അത് സാങ്കേതികമാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ് അതിന്റെ എക്സിസ്റ്റൻസ്. മറ്റത് ഗുണവിശേഷപരമായ ക്വാളിറ്റേറ്റീവായ ഒരു എൻറ്റിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ അമേരിക്ക എന്ന രാജ്യത്തെ എടുക്കുക. അപ്പോൾ അവര് 50 സ്റ്റേറ്റുകളായി പിരിഞ്ഞിരിക്കുമ്പോഴും ഒരു ഭാഷയുടെയും ഒരു പൊതു ചരിത്രത്തിനെയും കീഴിൽ അണിനിരക്കുന്ന മനുഷ്യരാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ദേശീയത എന്ന് പറയുമ്പോൾ ഒരേ ഭാഷ സംസാരിക്കുന്നതിൻ്റെ ഒരു ക്വാളിറ്റേറ്റീവായ ഒരേ ചരിത്രം ഉൾക്കൊള്ളുന്നതിൻ്റെ ഒരു ഡയമെൻഷൻ അവരുടെ കയ്യിലുണ്ട്. നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരൂ, ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തില്ല, ഈ തരത്തിലൊരു സംഗതി നമുക്കില്ല. അപ്പൊ അവിടെ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പം ഒരു രാജ്യത്തിന് ഒരു ജനത ഉണ്ടായിരിക്കുക, അവരുടേതെന്ന് പറയാൻ ഒരു ഭൂവിഭാഗം ഉണ്ടായിരിക്കുക, അവരെ ഭരിക്കുന്ന ഒരു സർക്കാർ ഉണ്ടായിരിക്കുക. ഇതിനപ്പുറം പരമാധികാരവും കൂടെ ലഭിച്ചാൽ മാത്രമേ സ്റ്റേറ്റ് എന്ന പൊളിറ്റിക്കോ ലീഗൽ എൻറ്റിറ്റി പൂർത്തിയാവൂ. എന്നാൽ നേഷൻ എന്ന് പറയുന്നത് ഈ 3 കാര്യങ്ങൾ ഉണ്ടാവുകയും നാലാമതായി അവർക്ക് റിയൽ ഓർ ഇമാജിനറി ആയ ഒരു പൊതുചരിത്രം ഉണ്ടായിരിക്കുക, പൊതുവായൊരു ഭാഷ ഉണ്ടായിരിക്കുക, എത്നിസിറ്റി ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗുണവിശേഷം അവരെ ചേർത്ത് നിർത്തിയാലേ ഉണ്ടാവൂ. ഇന്ത്യയിൽ നമുക്ക് ആളുകളെ ചേർത്ത് നിർത്താൻ ഇന്ത്യ എന്ന സങ്കല്പത്തോട് കണക്ട് ചെയ്യുന്ന ഇത്തരത്തിലൊരു ക്വാളിറ്റേറ്റീവായ സംഗതിയുമില്ല. പിന്നെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്ന സാധ്യതയാണ് ഒരു ഭാഷ സംസാരിക്കുന്നവരുടെ സംസ്ഥാനങ്ങളാക്കി അവരെ മാറ്റി ആ സംസ്ഥാനങ്ങളുടെ യൂണിയനായി ഇന്ത്യയെ മാറ്റുക എന്നുള്ളത്. അതാണ് നമ്മൾ ചെയ്തതും പ്രിസൈസ്ലി. ഇപ്പൊ കേരളം എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, കേരളം തന്നെ 3, 4, 5 രാജ്യങ്ങളായിരുന്നു. പ്രമുഖ രാജ്യങ്ങൾ തന്നെ നമ്മൾ നോക്കിയാൽ തിരുക്കൊച്ചിയിൽ ഉണ്ടായിരുന്നു, തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നു, ഇവിടെ സാമൂതിരിയുടെ ഇതുണ്ടായിരുന്നു, കോട്ടയം രാജവംശം ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ആളുകൾ ഒരുമിച്ച് നിർത്തിയ ഒരേ ഒരു ആസ്പെക്ട് എന്താണ്? അത് ഒരു ഭാഷ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ ആ ഭാഷയിലുള്ള മനുഷ്യരെ നമ്മൾ ഒന്നിച്ച് ചേർത്ത് നിർത്തിയപ്പോ അവർക്ക് പിന്നെ ആർഗ്യൂ ചെയ്യാൻ വേറെ പ്രശ്നങ്ങളില്ല. ഇനി നിങ്ങൾ അവരോട് പറയാണ് ഈ ഭാഷ നിങ്ങൾ സംസാരിക്കരുത്, മറിച്ച് ഞങ്ങളൊരു ഭാഷ നിങ്ങൾക്ക് തരും, അത് സംസാരിക്കാൻ പറഞ്ഞാൽ
ബാക്കി എല്ലായിടത്തും അത് ഐക്യത്തെയാണ് പ്രചോദിപ്പിക്കുകയെങ്കിൽ ഇവിടെ എന്റെ ഭാഷയ്ക്ക് വേണ്ടിയുള്ള മുറവിളിയും അത് കൊണ്ട് മാത്രം ഇവിടെ നിന്നും വേർതിരിഞ്ഞു പോകണമെന്നുള്ള ആവശ്യമായിരിക്കും അതിന്റെ പുറകെ വരിക. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടുള്ള സ്നേഹവും ദേശീയതയും ആ സങ്കല്പം ചാലഞ്ച് ചെയ്യപ്പെടുമ്പോൾ മാത്രം ഉണ്ടാവുന്നതാണ്. ചാലഞ്ച് ചെയ്യപ്പെടുന്നത് എന്റെ ഭാഷ എന്ന സങ്കല്പമാണെങ്കിൽ, എന്റെ മലയാളി എന്ന സ്വത്വമാണെങ്കിൽ ഞാൻ അതിനെ നിലനിർത്താൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആ ഫൈറ്റ് സ്വാഭാവികമായും എന്തിനെതിരെയായിരിക്കും? ഈ യൂണിറ്റിക്ക് എതിരെയായിരിക്കും ആ ഫൈറ്റ് നടക്കുക. അപ്പൊ അതിന് ആ നിലയിൽ മനസ്സിലാക്കിയാൽ വലിയ പ്രശ്നങ്ങളില്ല, യുക്തിഭദ്രമാണത്. നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് പറയുന്ന സംഭവം. ഇപ്പം പിന്നെ ഈ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ അതിന്റെ ഏറ്റവും അടുത്ത ഘട്ടങ്ങളിലൊക്കെ വലിയ രൂപത്തിൽ വിമർശിക്കപ്പെടുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെയും BR അംബേദ്കറിന്റെയൊക്കെ നേതൃത്വത്തിൽ ഭരണഘടന ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതിന് ഒരു വലിയ രൂപത്തിലുള്ള പിന്നെ മുന്നോട്ട് പോക്കുണ്ടാകുന്നു. ഈ മുന്നോട്ട് പോക്കിന്റെ സമയത്ത് അദ്ദേഹം എടുത്തിരുന്ന പല പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, പല പ്രധാനപ്പെട്ട നയങ്ങളും ഇന്ത്യയെ പിറകോട്ടടിപ്പിച്ചു എന്നോ ഇന്ത്യയെ പിന്നെ മറ്റ് രാജ്യങ്ങൾക്ക് മുമ്പിൽ അടിയറ വെച്ചു എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള സംഭവങ്ങൾ പറയാറുണ്ട്. ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ പിന്നെ ആ കാലത്തെ ദേശീയ നേതൃത്വം എടുത്തിരുന്ന സമീപനങ്ങൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പരിശോധിക്കാവുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റുമോ? ഇപ്പോ നമ്മൾ പ്രധാനമായിട്ടും നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ 2025 ഇരുന്നു കൊണ്ട് 1960-ലോ 65-ലോ എടുത്ത ഒരു തീരുമാനത്തെ വിലയിരുത്താനുള്ള വൃഥാ വ്യായാമങ്ങളായിട്ടാണ് ഈ നെഹ്റുവിയൻ കാലഘട്ടത്തെ പറ്റിയുള്ള പഠനം എനിക്ക് മനസ്സിലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അനുഭവപ്പെട്ടിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം ഇപ്പോ നിങ്ങൾ നോക്കുക, ഇപ്പൊ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഇപ്പം പരക്കെ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു നദിയുടെ ചില കൈവഴികൾ പൂർണ്ണമായും ഒരു രാജ്യത്തിന് അനുവദിക്കുക, മറ്റു ചില കൈവഴികൾ മാത്രം നമുക്കായിട്ട് എടുത്തു വെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അത് വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയ ഒരു വാട്ടർ ഷെയറിംഗ് ആണ്. കാരണം ആ നദിയുടെ ഭൂരിഭാഗം ജലവും പാകിസ്ഥാന് ലഭ്യമാവുന്ന തരത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും അതിവൈകാരികമായി രണ്ട് മതവിഭാഗങ്ങളോ രണ്ട് മതവിശ്വാസങ്ങളോ തമ്മിലുള്ള പോരാട്ടമായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തെ കാണുന്നത്. അതിനെക്കാട്ടിലും അതിന്റെ ജിയോ പൊളിറ്റിക്കൽ ആയ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ നടത്തിയാൽ, അതിനകത്ത് നിങ്ങൾ ഈ വികാരത്തിന്റെ അംശം ഒഴിവാക്കി കളഞ്ഞ് നിങ്ങൾ ഒബ്ജക്റ്റീവായിട്ട് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും പാകിസ്ഥാനെ, ചൈനയെ കാശ്മീരിലേക്ക് കൊണ്ടുവരുന്ന ഘടകം. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ലളിതമാണ് അവരുടെ പ്രശ്നം. നമ്മളെ സംബന്ധിച്ച് ഈ ഇന്ത്യ ഒരുപാട് നദികളാൽ സമൃദ്ധമായ ഒരു രാജ്യമാണ്. ആ നിലയിൽ ഇപ്പൊ നമുക്ക് ഗംഗ പോലെയുള്ള വലിയ നദികൾ, യമുന, അതിന്റെയൊക്കെ ട്രിബ്യൂട്ടറികളും ഡിസ്ട്രിബ്യൂട്ടറികളുമായിട്ടുള്ള നിരവധി നദീവ്യൂഹങ്ങൾ ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പം വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ സദേൺ സ്റ്റേറ്റ്സിലും നമുക്ക് നദികളും അത്യാവശ്യം ശുദ്ധജലത്തിന്റെ അവൈലബിലിറ്റി ഉണ്ട്, മഴ ഉള്ള സ്ഥലമാണ്. അപ്പൊ നമ്മൾ വളരെ ആ നിലയിലൊക്കെ നമ്മൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പല നിലയിലും. പക്ഷെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് നോക്കിയാൽ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ കമേഴ്ഷ്യലായ ഡൊമസ്റ്റിക് ആയ വാട്ടർ ഡിമാൻഡിന്റെ വലിയൊരു ശതമാനവും ഇൻഡസ് എന്ന് പറയുന്ന, സിന്ധു എന്ന് പറയുന്ന ഒരൊറ്റ നദിയെ ആശ്രയിച്ചിരിക്കുന്നു. ആ നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് സ്വാഭാവികമായും ഇന്ത്യക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് വരുന്നത്. ഇപ്പൊ ലഡാക്ക്, ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം തീർക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ഇന്റർനാഷണലി നടന്നിട്ടുണ്ട്. അപ്പൊ ഓവൻസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഓവന്റെ പ്ലാൻ പറഞ്ഞിരുന്നത് അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ പാകിസ്ഥാന് കൊടുക്കുകയും ഹിന്ദു ഭൂരിപക്ഷ മേഖലകൾ ഇന്ത്യ എടുക്കുകയും രണ്ടുപേരുടെയും സബ്സ്റ്റാൻഷ്യൽ പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങൾ നമുക്ക് അവിടെ റഫറൻഡം നടത്തുകയും ചെയ്യാം എന്ന് UN വേണ്ടി ഓവൻ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ ഡിപ്ലോമാറ്റ് അത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അതിനെ ആദ്യം എതിർക്കുന്നത് പാകിസ്ഥാനാണ്. കാരണം ഈ പറയുന്ന ഫോർമുലയിൽ ലഡാക്ക് സ്ക്വയർലി ആൻഡ് കംപ്ലീറ്റ്ലി ഇന്ത്യക്ക് വരും. വിച്ച് മീൻസ് ഈ പറയുന്ന സിന്ധു നദിയുടെ നിയന്ത്രണം 100% ഇന്ത്യക്കാവും. ഇപ്പം നമ്മുടെ ഈ പറയുന്ന ഒരു സംഘർഷത്തിന്റെ പരകോടിയിൽ എവിടെയെങ്കിലും വെച്ച് ഈ നദിയെ ഗതി തിരിച്ചു വിടാൻ ഒരു തോന്നൽ ഇന്ത്യക്ക് ഉണ്ടായാൽ തങ്ങളുടെ ജനതകൾ കംപ്ലീറ്റ് അവിടെ എന്തായി മാറും, അവരുടെ ജീവിതം ഇല്ലാതായി പോകും എന്നുള്ള ആശങ്കയാണ്. ആ ജിയോ സ്ട്രാറ്റജിക് ഇൻസെക്യൂരിറ്റിയാണ് കാശ്മീരിനെ വിടാതെ പിടിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം. അപ്പം നെഹ്റു എന്താണ് ശ്രമിച്ചിരിക്കുന്നതെന്ന് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ നദിയുടെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയ
ഒരു ബൈലാറ്ററൽ ട്രീറ്റിക്കകത്ത് കൊണ്ടുവന്ന് ജലം എന്ന അവരുടെ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്രസ് ചെയ്യുന്നു. എന്നിട്ട് നിരന്തരം നമ്മളെ ആക്രമിക്കാനുള്ള അവരുടെ താല്പര്യത്തെ അല്ലെങ്കിൽ വാസനയെ കെടുത്തിക്കളയാനും അതിലൂടെ കുറച്ചുകൂടെ സെക്യൂർ ആയ ഒരു കാശ്മീർ ഉണ്ടാക്കുക, അവിടുത്തെ മനുഷ്യർക്ക് കുറച്ചുകൂടെ സ്വൈര്യമായ ഒരു ജീവിതം ഉണ്ടാക്കുക, അതിലൂടെ നമ്മളിൽ നിന്ന് തന്നെ പിരിഞ്ഞു പോയ ഒരു സഹോദര രാഷ്ട്രം എന്ന നിലയിൽ അവരെ അഭിസംബോധന ചെയ്യുക, അവരുടെ ജനങ്ങളുടെ പ്രശ്നം അഡ്രസ് ചെയ്ത് കൊടുക്കുക. ഈ നിലയിൽ അദ്ദേഹം എടുത്ത തീരുമാനത്തെ നമ്മൾ 2025 തോന്നുന്ന വൈരാഗ്യത്തിന്റെ പുറത്ത് എന്ത് ചെയ്യാണ്, ഇത് മുഴുവൻ അവിടെ കൊടുത്തു എന്ന് പറയാണ്. പക്ഷെ ഏത് കാലത്തുനിന്ന് പുറത്തെടുത്ത് വെച്ചാൽ പല കാര്യത്തിനും അങ്ങനെ പ്രശ്നമുണ്ട്. ഏകദേശം ഈ അവിടുത്തെ ഒരു 30% വരുന്ന ജലാവശ്യം ഇതിലൂടെ ആയിരിക്കുമോ? അത് ഏതാണ്ട് 75% വെള്ളവും പാകിസ്ഥാന് കിട്ടുന്ന നിലയിലാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി നിലവിലുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് ഇപ്പം നമ്മളെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മള് ഈ ജലവൈദ്യുതിക്ക് വേണ്ടിയിട്ട് ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ നദി, അതിനെയാണ് പാകിസ്ഥാൻ എപ്പോഴും ഇന്റർനാഷണൽ കോർട്ടിൽ പോകുകയും കേസുകൾ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ നമ്മുടെ കൊമേഴ്ഷ്യൽ എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ നമുക്ക് കൂടുതൽ ഡാമുകൾ ആവശ്യമായിട്ട് വരുന്നു. അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ഒരു കുറ്റമാണെന്നല്ല, പക്ഷെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ആ കോണ്ടെക്സ്റ്റിന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ട് ഇവരെ എല്ലാം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. ഇല്ല. ഈ 370 ആണ് കാശ്മീരുമായി ബന്ധപ്പെട്ട കാര്യം ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് ഭരണഘടന 370 അല്ലെങ്കിൽ കാശ്മീരിന്റെ പ്രത്യേക അവകാശത്തെ, കാശ്മീർ പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളുടെയും പ്രത്യേക അവകാശത്തെ കാണുന്നത്? എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? അത് ഇപ്പം നിങ്ങൾ ഇന്ത്യൻ ഫെഡറേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ക്ലാസിക് ആയിട്ടുള്ള ഒരു ഫെഡറേഷൻ സങ്കല്പമായിട്ട് പറയുന്ന അമേരിക്കയുടെ ഫെഡറേഷൻ എങ്ങനെയാണ്, ഇത് രണ്ടും ഒന്ന് വെറുതെ മനസ്സിലാക്കുക. ഒരിടത്ത് ഫെഡറേഷൻ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായിരിക്കുന്നത് പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങൾ ഒന്നിച്ചു നിന്നാൽ കൊള്ളാം എന്ന് തോന്നിയ 50 സ്റ്റേറ്റുകൾ എപ്പോ വേണമെങ്കിലും വിട്ടുമാറാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കരാർ എഴുതി ഒരു കമ്മിങ് ടുഗദർ ഫെഡറേഷൻ ഉണ്ടാക്കുന്നു. ഓക്കെ, ദേശീയതകൾക്ക് മേലെ അവനവന്റെ ഉപദേശീയതകൾക്ക് പ്രാധാന്യം നൽകുന്ന ആളുകളുടെ ഒരു കൂട്ടം, വ്യത്യസ്തമായ ചരിത്രമുള്ള പരസ്പരം വെള്ളം കയറാത്ത അറകളായി കഴിഞ്ഞിരുന്ന കുറേ ആളുകൾ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നു. അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാത്രമേ ആ രാജ്യത്തിനൊരു എക്സിസ്റ്റൻസ് ഉണ്ടാവൂ എന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ഭിന്നമായ താല്പര്യങ്ങളുള്ള ആളുകളെ ചേർത്ത് ഒരുമിച്ച് കൊണ്ട് നിർത്തുന്ന ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷനാണ് ഇന്ത്യ. അവിടേക്കാണ് ഈ പറയുന്ന സ്ഥലം അവരുടെ ഒരു ബാർഗെയിനിങ് പവറുമായിട്ട് വരുന്നത്. അതായത് ജിയോ സ്ട്രാറ്റജിക്കലി രണ്ടു കൂട്ടർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു സ്ഥലം ബ്രിട്ടീഷുകാർ ഒരു സ്വതന്ത്ര രാജ്യമാക്കാനുള്ള അനുവാദത്തോടെ കൊടുത്തിരിക്കുന്നു. ഓക്കെ, അവിടുത്തെ രാജാവിനെ സംബന്ധിച്ച് അവിടുത്തെ പോപ്പുലേഷന്റെ വലിയ ശതമാനം മുസ്ലിങ്ങളാണ്. അയാൾ ഒരു ഹിന്ദു രാജാവാണ്. അയാൾ എടുക്കുന്ന തീരുമാനം പല നിലയ്ക്കും ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനുള്ള സാധ്യതയും അയാളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾക്ക് അതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ അയാൾ നിൽക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അയാൾ ആക്രമിക്കപ്പെടുകയാണ്. അയാൾ ഒരു ക്രൈസിസ് ഡ്രിവൺ തീരുമാനത്തിലേക്ക് പോകുന്നു. അപ്പോഴും നിങ്ങൾ നോക്കുക, നമ്മൾ ഒരുമിച്ച് ചേർത്ത് ശക്തമായി പിടിച്ച മറ്റ് സ്ഥലങ്ങൾ പോലെ അല്ല കാശ്മീർ. കാശ്മീരിന് ഒരു ബാർഗെയിനിങ് പവർ ഉണ്ട്. കാശ്മീർ നമ്മളോടൊപ്പം വന്ന് നിൽക്കേണ്ടത് നമ്മുടെ കൂടെ ആവശ്യമായിരുന്നു. കാശ്മീരിനെ നമ്മളോടൊപ്പം നിർത്തണമെങ്കിൽ അന്നത്തെ ഒരു സാധ്യത, കാശ്മീരിലെ രാജാവ് സാങ്കേതികമായും ഇയാളായിരിക്കുമ്പോഴും അവിടുത്തെ ജനതയുടെ താല്പര്യങ്ങളെ റിഫ്ലക്ട് ചെയ്തിരുന്നത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്. അവരുടെ കോൺഫിഡൻസ് ആർജിക്കാൻ എന്ത് വഴി എന്ന് അന്നത്തെ ഭരണകൂടം ആലോചിച്ചു. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താണ്, അവർക്ക് അവരുടെ സെൽഫ് ഡിറ്റർമിനേഷനുള്ള അവകാശം നൽകുന്ന ഒരു രാജ്യത്തോട് ചേർന്ന് നിൽക്കാനേ അന്നത്തെ കാശ്മീർ തയ്യാറാവുമായിരുന്നുള്ളൂ. ഇന്ത്യ എന്ന് പറയുന്ന സ്വതന്ത്ര മതേതര റിപ്പബ്ലിക്കിന്റെ ഭാഗമായി വരാൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ളയെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ അന്ന് എടുത്തൊരു യുക്തിപൂർവമായ സ്റ്റെപ്പാണ് അവർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം എന്നുള്ളത്. അതിനെ നമ്മൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ആറ്റിൽ കളയും. അതൊരു പാർലമെന്ററി തീരുമാനമാണെങ്കിൽ. അതുകൊണ്ടാണ് നമുക്കത് കോൺസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ജിയോ സ്ട്രാറ്റജിക്കലി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൂവിഭാഗത്തെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ നമ്മൾ ഏർപ്പെട്ട ഒരു കരാറാണ് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്നത്. അന്നത്തെ നിലയിൽ അത് യുക്തിഭദ്രമായ ഒരു കാര്യമാണ് താനും. അപ്പൊ നമ്മൾ അത് അന്ന് ചെയ്തു. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നത് അതിനകത്തുള്ള പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ, അത് പിൻവലിക്കപ്പെട്ട രീതിയിൽ എറർ ഓഫ് ലോ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം ആർട്ടിക്കിൾ 370 പിൻവലിച്ചു, അവര് ലാർജർ ഇന്ത്യയുടെ ഭാഗമാവുന്നു എന്ന് പറയുന്ന നിലവിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അവിടെ മറ്റു മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അവിടെ സമാധാനം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി.
അതിനിടയ്ക്കൊന്ന് ഇടപെടേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞെങ്കിൽ ഈ 370 പിൻവലിച്ചതിനെ കുറിച്ച് ഒരു മുൻ ചീഫ് ജസ്റ്റിസ് പറയുന്നത് 75 വർഷമായി നിൽക്കുന്ന ഒരു കാര്യം ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് പിൻവലിക്കുക എന്നാണ് ചോദിക്കുന്നത്. അതിലൊക്കെ എത്രത്തോളം ന്യായമുണ്ട്? ഇതിലെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇത് ഇന്റർനെറ്റിൽ ഓപ്പൺ സോഴ്സിൽ അവൈലബിൾ ആയ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സുബ്രഹ്മണ്യ സ്വാമിയും രാംജത്ത് മലാനിയും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നുണ്ട്. ഒരു കോളേജ് യൂണിവേഴ്സിറ്റിയുടെ എന്തോ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 370 ഒരു ടെമ്പററി പ്രൊവിഷനാണ്, അതുകൊണ്ട് അത് പിൻവലിക്കപ്പെടാൻ യാതൊരു വിധത്തിലുള്ള നിയമ തടസ്സമില്ല എന്ന് അദ്ദേഹം പറയുന്നു. അത് പിൻവലിക്കാൻ കഴിയാത്ത ഒരു സാക്രോസാങ്ക്റ്റ് ആയ എഗ്രിമെന്റ് ആണ് എന്നാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ നിയമവിദഗ്ധരിൽ ഒരാളായ രാംജത്ത് മലാനി പറയുന്നത്. അദ്ദേഹം BJP മന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്, ഞാനൊരു ലോയറാണ്, അപ്പൊ ഞാൻ ഈ രാജ്യത്തെ ഭരണഘടനയുടെയും വ്യവസ്ഥാപിത നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് പറയുന്നു. അതിന് അദ്ദേഹം പറയുന്ന യുക്തി എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ആർട്ടിക്കിൾ 370 പിൻവലിക്കേണ്ടത് ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ്. ഓക്കെ, പിൻവലിക്കുന്നതായിട്ടുള്ള ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ. പക്ഷെ ആ പ്രസിഡൻഷ്യൽ ഓർഡർ പ്രസിഡന്റിന് ഏകപക്ഷീയമായി പ്രഖ്യാപിക്കാൻ കഴിയുന്നതല്ല. കാശ്മീരിന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അവിടെ നമുക്ക് അറിയാം, അവിടെ നമുക്കുള്ളത് പോലെ തന്നെ. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ അവിടത്തെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവരുടെ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്നുള്ള വാക്കാണ്. അപ്പൊ നിങ്ങൾ നോക്കുക, അവരുടെ സ്വാഭാവികമായ അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പോരാ. അതെ, അവരുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് പറഞ്ഞാൽ അന്ന് പിരിച്ചുവിടപ്പെട്ട സാധനത്തിനെയാണ് അവിടെ അഭിസംബോധന ചെയ്യുന്നത്, നിയമം. അപ്പം ആ കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി ആരോട് പറയണം? പ്രസിഡന്റ് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെടണം ആർട്ടിക്കിൾ 370 ഭേദഗതി ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത പ്രശ്നം കിടക്കുന്നത്, കാശ്മീരിന്റെ ഭരണഘടനയുണ്ട്. ആ ഭരണഘടന പറയുന്നു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പിരിച്ചുവിടപ്പെട്ടതാണ്. ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന സങ്കല്പം പുനഃസംഘടിപ്പിക്കേണ്ടി വന്നാൽ അതാവാം. പക്ഷെ അങ്ങനെ പുനഃസംഘടിപ്പിക്കപ്പെടുന്ന ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഒരു കാലത്തും ചെയ്യരുത് എന്ന് അവർ പറഞ്ഞിട്ട് ആദ്യം എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്, ഇന്ത്യയും കാശ്മീരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ ഒരു മാറ്റം, ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ അവർ പ്രസിഡന്റിനോട് ആവശ്യപ്പെടരുതെന്ന്. അപ്പൊ നോക്കി, അവരെന്ത് ചെയ്തിട്ടുണ്ട്? നിയമം മൂലം അതിനെ അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം നമ്മൾ അവിടുത്തെ നിയമസഭയെ പിരിച്ചുവിടുന്നു, ഗവർണറെ വെക്കുന്നു, കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലി എന്ന വാക്ക് ഭേദഗതി ചെയ്യുന്നു. ഭേദഗതി ചെയ്തതിന് ശേഷം അവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാക്കുന്നു. ഇനിയൊരു പ്രശ്നമുള്ളത്, നമ്മൾ കൺകറൻസ് എന്ന വാക്കിനെ കൺസൾട്ടേഷൻ എന്ന് റീപ്ലേസ് ചെയ്യുന്നു. അത് ഭരണഘടനയിൽ വളരെ ഗുരുതരമായൊരു മാറ്റമാണ്. കാരണം കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച്, ഇപ്പൊ ഞാൻ താങ്കളോട് ഒരു കാര്യം പറയുന്നു, താങ്കളുടെ പ്രതികരണം എന്ത് തന്നെ ആയിരുന്നാലും എനിക്ക് എൻ്റെ വഴി തേടാമെന്നാണ് കൺസൾട്ടേഷൻ അർത്ഥമാക്കുന്നത്. കൺകറൻസ് എന്നാൽ ആ കാര്യത്തിൽ നമ്മൾ സമവായത്തിൽ എത്തിച്ചേർന്നാൽ മാത്രമേ അത് നടത്താൻ പറ്റൂ. അപ്പൊ നോക്കിയ, കൺകറൻസ് എന്ന വാക്ക് കൺസൾട്ടേഷൻ എന്ന് എഴുതുമ്പോൾ അത് ഹെവിലി നമ്മുടെ ഡയറക്ഷനിലേക്ക് തിരിയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഉള്ള പ്രശ്നം എന്താ? അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയോട് പോലും കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതില്ല. ആ സ്ഥാനത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആരാണുള്ളത്? പ്രസിഡന്റിന്റെ റൂൾ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഗവർണറാണ്. അപ്പൊ എന്താണ്? കേന്ദ്ര സർക്കാർ നോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരാളെ വളരെ ആർബിട്രറി ആയി നിയമിക്കുന്ന ഗവർണർ എന്ന പദവി, അവിടുത്തെ ജനങ്ങൾക്ക് ഒരു റോളും ഇല്ല അയാളുടെ തെരഞ്ഞെടുപ്പിൽ. കേന്ദ്ര സർക്കാരാണ് അവരോട് കേന്ദ്ര സർക്കാർ തന്നെ കാര്യം ചോദിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന പ്രസിഡന്റിന്റെ അഡ്വൈസ് അനുസരിച്ച് അവർ പറയുന്നു. വിച്ച് മീൻസ് ഇത് 100% ഏകപക്ഷീയമായിട്ടാണ് നടന്നിരിക്കുന്നത്. ആർട്ടിക്കിൾ 370 പിൻവലിക്കപ്പെടേണ്ടതും കാശ്മീർ ലാർജർ ഇന്ത്യയുടെ ഭാഗമാവേണ്ടതുമാണ്. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിന് യാതൊരു എതിർപ്പും വെക്കേണ്ട. കാരണം അവർ ഇന്ത്യയുടെ ഭാഗമായിരിക്കുക, നമ്മളൊരു ഒരുമിച്ച് ഒരു രാജ്യമാവുക എന്നുള്ളതെല്ലാം പോസിറ്റീവായി നമുക്ക് എടുക്കാവുന്ന കാര്യമാണ്. പക്ഷേ എങ്ങനെയായിരിക്കണം അത് സംഭവിക്കുന്നത്? അത് എല്ലാ മനുഷ്യരുടെയും കോൺഫിഡൻസ് നമ്മൾ നേടിയതിന് ശേഷം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ശരിക്കും ഒരു ഫെഡറൽ സങ്കല്പത്തിൽ ഒരു രാജ്യം മുമ്പോട്ടേക്ക് വളരുക എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യൻ ഇമ്പോർട്ടൻസ് ഉള്ള വിഷയങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് നിലനിർത്തുകയും പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ആവശ്യമുള്ള കാര്യങ്ങളുടെ നിയമനിർമ്മാണ അധികാരം പതുക്കെ എങ്കിലും സംസ്ഥാനങ്ങൾക്ക് കൈമാറി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഡെവല്യൂഷൻ ഓഫ് പവറിലൂടെയാണ് ഒരു ഫെഡറേഷൻ വളരേണ്ടത്. ആ നിലയിൽ നമ്മൾ ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം. മാത്രമല്ല, തിരിച്ച് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ തന്നെ പലതിലും നമ്മൾ അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ സാങ്കേതികമായിട്ടാണ് നേരത്തെ വിദ്യാഭ്യാസം കടന്നിരുന്നതെങ്കിൽ ഇന്നിപ്പോ വിദ്യാഭ്യാസം എന്ത് ചെയ്യുന്നുണ്ട്? കേന്ദ്രത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലേക്ക് പോകുന്നുണ്ട്. അത്തരം ഒരു കാര്യം വേണ്ടത്ര മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ
കേരളത്തിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാനും CPM തമ്മിലുള്ള എന്തോ തർക്കമാണ് എന്ന രൂപത്തിലാണ് വന്നത്. ഇതിനൊന്നുകൂടെ വിശദീകരിക്കാൻ പറ്റും? ഇപ്പം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യ ഒരു ഫെഡറേഷൻ ആയിരിക്കുമ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു എൻട്രി, നമുക്ക് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം കൊണ്ട ഒരു സങ്കല്പമാണ് കൺകറന്റ് ലിസ്റ്റ് എന്നത്. അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും സംയോജിതമായ നിയമനിർമ്മാണ അധികാരം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഇപ്പൊ ഫെഡറലിസത്തിന്റെ സ്പിരിറ്റിനനുസരിച്ചാണെങ്കിൽ നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. കൺകറന്റ് ലിസ്റ്റിൽ ഒരു താല്പര്യ ഭിന്നത വന്നാൽ, താല്പര്യങ്ങളുടെ സംഘർഷം, ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ സംസ്ഥാനങ്ങളുടെ താല്പര്യം നടക്കണം എന്ന് നമ്മൾ പറയുന്നതാണ് ഫെഡറലിസം. അതെ. പക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഹോൾഡിംഗ് ടുഗദർ ഫെഡറേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തിരി കടുപ്പം കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്ത ഒരു പണിയാണ്, നമ്മൾ കൺകറന്റ് ലിസ്റ്റിന് മേലെയുള്ള അപ്രമാദിത്യം കേന്ദ്രത്തിന് കൊടുത്തു. അപ്പൊ ഇന്ത്യൻ സാഹചര്യത്തിൽ കൺകറന്റ് ലിസ്റ്റിൽ സംയോജിത നിയമനിർമ്മാണത്തിന് അവകാശമുണ്ടെങ്കിലും കേന്ദ്രത്തിനാണ് അവിടെ കൂടുതൽ കവർ. കാരണം കേന്ദ്രം എന്നെങ്കിലും ഒരു ബ്ലാങ്കറ്റഡ് ലെജിസ്ലേഷനുമായി വന്നാൽ എല്ലാ സംസ്ഥാന നിയമങ്ങൾക്കും അതിനകത്തേക്ക് ചുരുങ്ങാനേ പറ്റൂ. വെറുതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, വിദ്യാഭ്യാസം എന്ന് പറയുന്നതിൽ സ്വാഭാവികമായും സംസ്ഥാനങ്ങൾക്ക് ഭിന്ന താല്പര്യങ്ങൾ ഉണ്ടാവും. കേരളത്തിന്റെ എഡ്യൂക്കേഷണൽ പ്രയോറിറ്റീസ് അല്ല തമിഴ്നാടിൻ്റെത്, അതെ, ഇതല്ല ആന്ധ്രാപ്രദേശിന്റെ. നിങ്ങൾ നോക്കുക, സൗത്ത് ഇന്ത്യയിലെ 2 സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശും കേരളവും. ആന്ധ്രാപ്രദേശ് ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും കുറഞ്ഞ സാക്ഷരതയുള്ള നാടും കേരളം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാക്ഷരതയുള്ള നാടുമാണ്. അപ്പൊ നോക്കി, ഒരു സംസ്ഥാനത്തിന് പോയിട്ട് ഒരു പ്രദേശത്ത് ജോഗ്രഫിക്കലി അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളുടെ പോലും വിദ്യാഭ്യാസത്തിലെ പ്രയോറിറ്റി മാറും. തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഒരു ബ്ലാങ്കറ്റഡ് ആയ നിയമം കൊണ്ട് ഇതിനെ നേരിടുന്നതിനേക്കാൾ നല്ലത് അതിന്റെ പ്രാദേശിക വ്യതിയാനങ്ങളെ അംഗീകരിക്കുന്നതല്ലേ. അതെ. അപ്പൊ ആ നിലയിൽ നമ്മൾ ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ലോങ് റണ്ണിൽ നമുക്ക് എന്ത് തരില്ല, ആ നിരക്കുള്ള ഗുണം തരില്ല. പക്ഷെ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഡയറക്ഷൻ, ഇതിനെ ഓവർലുക്ക് ചെയ്യാനുള്ള കേന്ദ്രത്തിന്റെ അധികാരം അംഗീകരിക്കപ്പെടേണ്ടതാണ്. കാരണം ഇപ്പൊ നമ്മൾ സംസ്ഥാനത്തിന്റെ താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഒരു ഉദാഹരണം ചരിത്ര പുസ്തകങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അതായത് ഏതാണ്ട് 49 ബോർഡുകളിലായിട്ടാണ് നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്നത്. ഇതിലെ പല ബോർഡുകളുടെയും ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കുകളിൽ മതിയായ ചരിത്ര വിജ്ഞാനം ഇല്ല. പകരം അവരുടെ പ്രാദേശിക ചരിത്രം കുത്തി നിറച്ചിരിക്കുന്നതായിട്ടും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രം കുത്തി നിറച്ചിരിക്കുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ വേണമെങ്കിൽ അഡ്രസ് ചെയ്യപ്പെടാവുന്ന പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഒരു ഓവർലുക്കിംഗ് നടക്കാവുന്ന കാര്യമാണ്. പക്ഷേ അബ്സല്യൂട്ടായി സമ്പൂർണമായി എന്ത് ചെയ്യാണ്, വിദ്യാഭ്യാസം എന്നൊരു ഡൊമൈന്റെ മേലെ കേന്ദ്ര ആധിപത്യം നേടുന്ന സാഹചര്യം ഉണ്ടായാൽ അതൊരു പ്രശ്നമാണ്. അപ്പൊ അതൊരു നിഷ്കളങ്കമായ കാര്യമായിട്ട് കാണുന്നതും ഒരു കുഴപ്പമുണ്ട്. കാരണം വിദ്യാഭ്യാസത്തിൽ ഇടപെടാനുള്ള രാഷ്ട്രീയത്തിന്റെ താല്പര്യം നിഷ്കളങ്കമല്ല. അതെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു സിവിൽ സർവീസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, സിവിൽ സർവീസിന് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. എപ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ സിവിൽ സർവീസ് ചോദ്യപേപ്പറും BJP ഭരിക്കുന്ന കാലത്തെ സിവിൽ സർവീസ് ചോദ്യപേപ്പർ നിങ്ങൾ എടുത്തു നോക്കിക്കോ. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് 1890-കൾക്ക് ശേഷമുള്ള ചരിത്രത്തിൽ നിന്ന് അവർ ഒരുപാട് ചോദ്യം ചോദിക്കും. BJP ഭരിക്കുന്ന കാലത്ത് ആൻഷ്യന്റ് ഇന്ത്യ എന്നാണ് അവർ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുക. ഓക്കെ, അതെന്തുകൊണ്ടാണ്? അവർക്ക് പ്രയോറിറ്റി ഉണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരെ പതിഞ്ഞു കിടക്കുകയും നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് 890-ന് ശേഷമുള്ള ഇന്ത്യ. അതുകൊണ്ട് അവർ അവിടെ നിന്ന് ചോദ്യങ്ങൾ കണ്ടെത്തുന്നു, ആളുകളെ പറ്റി അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. അപ്പം തിരിച്ച് അതേപോലെ തന്നെ BJP വരുന്ന സമയത്ത് അവർക്ക് ഇന്ത്യനെ തിരിച്ചു കൊണ്ടുപോകേണ്ടത് എന്തിലേക്കാണ്? ഇന്ത്യ പറയുന്ന സോ കോൾഡ് കൾച്ചറൽ നാഷണലിസത്തിലേക്കാണ്. അതുകൊണ്ട് അവർ അതിനെ എൻഡോഴ്സ് ചെയ്യാൻ നോക്കുന്നു, യുവാക്കൾക്കിടയിൽ അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് തീർത്തും നിഷ്കളങ്കമായ താല്പര്യം അല്ല ഉള്ളത്, അതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. രാജസ്ഥാനിലെ ഇപ്പം റീസെന്റ് ആയി വന്ന പാഠപുസ്തകത്തിൽ ബാറ്റിൽ ഓഫ് ഹാൽദിഘട്ടി എന്ന് പറയുന്ന യുദ്ധത്തിൽ ജയിച്ചിരിക്കുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. നേരത്തെ അക്ബർ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതൊരു ഒരു ചരിത്ര അക്ബറിനെ സംബന്ധിച്ച് എന്താണ് മൂപ്പര് ചെയ്യുക? മൂപ്പർക്ക് അതിൽ തിരിച്ചു വന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങളുടെ രാഷ്ട്രീയ നയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചരിത്ര വിജ്ഞാനം മാറ്റാൻ പറ്റുമോ? നമ്മളെ സംബന്ധിച്ച് ഇപ്പോ IIT പ്രൊഫസർ കഴിഞ്ഞ ആഴ്ചയിൽ നടത്തിയ ഒരു പബ്ലിക് ഫംഗ്ഷനിൽ അദ്ദേഹം പറയുന്ന കാര്യം കൊണ്ട് എത്രമേ ബാലിശമായ കാര്യമാണ് പറയുന്നത്. ഇത് നിഷ്കളങ്കമാണെന്ന് കരുതാൻ പറ്റുമോ? നമ്മുടെ IIT-കൾ ഗോമൂത്രത്തിലേക്കും ചാണകത്തിലേക്കും പോവുകയും ബാക്കിയുള്ളവർ റോക്കറ്റിലേക്കും പ്ലാസ്മയിലേക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്കും പോവുകയും ചെയ്താൽ നമ്മൾ എങ്ങോട്ടേക്കാണ് വളരുക?
തീർച്ചയായും. അപ്പം വളരെ ഗുരുതരമായ മാനങ്ങളുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം. വേറൊരു കുഴപ്പം, ഈ പ്രശ്നങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്. അതെ. അതായത് ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി ഇതിനെ എതിർക്കുകയും മറ്റൊരു കൂട്ടരെ അനുകൂലിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു രാജ്യം എന്ന നിലയിൽ, അവിടുത്തെ ജനത എന്ന നിലയിൽ നമ്മൾ ഒന്നാകെ പ്രതിരോധം തീർക്കേണ്ട പ്രശ്നങ്ങളാണ് ഇതെല്ലാം. വിദ്യാഭ്യാസ രംഗം ഇങ്ങനെയല്ല മാനേജ് ചെയ്യപ്പെടേണ്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മൊത്തത്തിലെ ഭാവിയാണ് സ്വാഭാവിക തീർച്ചയായിട്ടും ബാധിക്കാം. ഫെഡറലിസം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായും ചില ആളുകളെങ്കിലും ചിരിക്കുന്ന ഒരു കാര്യമായി തീരുന്നുണ്ട്. പക്ഷെ ഇന്ത്യയുടെ യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇതിനോടൊക്കെ ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം, വളരെ വ്യാജമായ രൂപത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന രാജ്യത്തിന്റെ അന്തസ് എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ഒരു ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതേസമയത്ത് ഇന്ത്യയേക്കാൾ ചെറിയ രാജ്യങ്ങളിലേക്ക് പോലും അതിനെ മിലിറ്ററി വാഹനത്തിന്റെ അകത്ത് തങ്ങളുടെ പ്രജകളെ കൊണ്ടുവരരുത് എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളുണ്ടാകുന്നു. തങ്ങളുടെ പൗരന്മാർ അത്തരം ഒരു സ്ഥലത്തല്ല വരേണ്ടത് എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്ന രാജ്യങ്ങളുണ്ടാകുന്നു. മോദി പോയി തിരിച്ചു വന്നതിൻ്റെ പിറ്റേ ദിവസവും സ്വാഭാവികമായിട്ടും ചങ്ങലകളിൽ ബന്ധിതമായി 60 മണിക്കൂറിലധികം യാത്ര ചെയ്ത് മിലിറ്ററി വാഹനങ്ങളിൽ തന്നെ ഇന്ത്യക്കാർ തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ഇന്റർനാഷണൽ ലെവലിൽ നേരത്തെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യക്കുണ്ടാകുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത്? ഇപ്പോ സമീപകാലത്തുണ്ടായ ഒരു കാര്യം, ഇന്ത്യ വിശ്വഗുരുവായി അംഗീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത്, അതിന് പ്രധാനമായിട്ടും നമ്മൾ G20 പ്രസിഡൻസി ഇന്ത്യക്ക് കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളത് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഒരാൾക്ക് അതിൻ്റെ ക്വാളിറ്റി, മെച്ചം, ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഒരു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു സ്ഥാനം കിട്ടുന്നു എന്ന് വിചാരിക്കുക. അഭിമാനിക്കത്തക്കതായ ഒരു കാര്യമാണ്. 20 അംഗങ്ങൾക്ക് സൈക്ലിക്കായി വർഷാവർഷം കൈമാറപ്പെടുന്ന ഒരു കാര്യം സാങ്കേതികമായി നമ്മളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അത് ആഘോഷിക്കപ്പെടാൻ അതിൽ എന്താണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇനി ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യ ചെയ്തതിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതിൽ ഈ പറയുന്ന തരത്തിൽ അഭിമാനിക്കത്തക്കതായ എന്താണ് വസ്തുനിഷ്ഠമായിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പറയുന്ന മെറ്റാ നറേറ്റീവ് എന്ന് നമ്മൾ പറയുന്ന സാധനം ഉണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയുടെ G20 പ്രസിഡൻസി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ജനസാമാന്യത്തിന് അങ്ങനെ തോന്നും. എന്തുകൊണ്ടാണ്? G20 എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിങ്ങിനെ പറ്റി അവർക്ക് മതിയായ ധാരണകളില്ല. അപ്പൊ അവരോട് നമ്മൾ ഇന്റർനാഷണൽ ആയ ഒരു സാധനത്തിന്റെ തലപ്പത്തെത്തി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ക്രിക്കറ്റ് കളി ജയിക്കുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു രാജ്യസ്നേഹത്തിന്റെ ഉപരിപ്ലവമായ ഒരു പ്രകടനം ആളുകൾക്ക് ഉണ്ടാവും. അത് അവരെ ഒരു താൽക്കാലിക യൂണിറ്റിയുടെ ബബിളിനകത്ത് നിർത്തുകയൊക്കെ ചെയ്യും. അത്തരത്തിൽ അത് ഉപയോഗിക്കപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ത്യയുടെ G20 പ്രസിഡൻസി. അതുകൊണ്ട് ഇന്ത്യക്കും ലോകത്തിനും ഉണ്ടായ ഗുണങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ടേബിൾ എഴുതി കാണിക്കൂ. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവായിട്ട് ഇന്ത്യക്ക് ഈ പ്രചരണ കോലാഹലത്തിനപ്പുറം ഒബ്ജക്റ്റീവായിട്ട് നമുക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അതിനകത്തുണ്ടായിട്ടുള്ള ഇന്റർനാഷണൽ കോൺഫ്ലിക്റ്റുകളിൽ നമുക്ക് നടത്താൻ പറ്റിയിട്ടുള്ള ഇടപെടലുകൾ എത്രമാത്രമാണ്? ഇതൊന്നും നമുക്ക് അതിനകത്ത് പറയാനില്ല. അപ്പൊ നമുക്ക് എടുത്തു പറയത്തക്ക നേട്ടങ്ങളൊന്നും ഇല്ലാത്ത, നമുക്കൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തുണ്ടായിരുന്ന ഇമ്പോർട്ട് ബാരിയർ, താരിഫോ നോൺ താരിഫോ ആയ ബാരിയറുകൾ ഒഴിവാക്കാൻ പറ്റി, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു നയത്തിന് അംഗീകാരം കിട്ടി, ഈ തരത്തിൽ ഒരു നേട്ടവും നമുക്ക് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ടെങ്കിലല്ലേ ഇത് പറയുന്നതിന്റെ അർത്ഥമുള്ളൂ. ഇനി നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകരാജ്യങ്ങളിലെ എല്ലാ പ്രധാനമന്ത്രിമാരുമായി വ്യക്തിപരമായ സൗഹൃദം ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ശരിയാണ്. നമുക്ക് തീർച്ചയായിട്ടും അത് അംഗീകരിക്കത്തക്കതായ ഒരു കാര്യമാണ്. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, അതുകൊണ്ട് എങ്ങനെയാണ് ഈ രാജ്യത്തിന് പ്രയോജനം ഉണ്ടാവുന്നത്? എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ നാട്ടിലെ പൗരന്മാരെ ഒരു യാത്രാ വിമാനത്തിൽ തിരിച്ചിങ്ങോട്ട് അയക്കുന്നതിന് പകരം കൈകാലുകൾ കൂട്ടിക്കെട്ടി പട്ടാള വിമാനത്തിൽ കൊണ്ട് അൺലോഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അവിടെ പ്രശ്നം മനുഷ്യാവകാശത്തിന് അതിരുകളില്ല, മനുഷ്യാന്തസ്സിന് അതിരുകളില്ല. അപ്പൊ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള വ്യവഹാരമാണ് ഡീപ്പോർട്ടേഷൻ, അല്ലാതെ ഒരു രാജ്യം ക്രിമിനൽസിനോട് നടത്തുന്ന ശിക്ഷാവിധി അല്ല. തീർച്ചയായിട്ടും ഡീപ്പോർട്ടേഷൻ എന്ന് പറയുന്നതിന് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുള്ള കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ശശി തരൂരിനെ പോലുള്ള ആളുകൾ പറയുന്നത് പോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ആളുകളെ തന്നെയാണ് അവർ പറഞ്ഞയച്ചത്. ഇല്ലീഗൽ ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ എത്തിയാൽ നമ്മളും ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യുമായിരിക്കും, ചെയ്യേണ്ടതുമാണ്, ആയിക്കോട്ടെ. പക്ഷെ അപ്പോഴും എന്തുണ്ട്, നമ്മൾ അതിനകത്ത് പുലർത്തുന്ന അടിസ്ഥാന മര്യാദകളില്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ നാളെ ഇല്ലീഗലായി മൈഗ്രേറ്റ് ചെയ്തവരാണെന്ന് പറഞ്ഞിട്ട് അവരുടെ വിമാനം താഴെ ഇറക്കുന്നതിന് പകരം അങ്ങോട്ട് തള്ളിയിടാൻ ഇന്ത്യയിലേക്ക് അവർ തീരുമാനം എടുത്താൽ നമ്മൾ ഇതേപോലെ വാദിക്കുമോ? അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഇപ്പോൾ അവരെ ഇല്ലീഗൽ മൈഗ്രൻസ് ആണെങ്കിലും അവർ ലീഗൽ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അതിൽ
ഈ പറയുന്ന ആളുകൾക്ക് ആർക്കും സംശയം ഉണ്ടാവാൻ ഇടയില്ലല്ലോ. തീർച്ചയായും ലീഗൽ ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ഒരു നിരീക്ഷണമുണ്ട്, നോ ഇന്ത്യൻ ലോ ക്യാൻ ബി ഡിക്ലയർഡ് ഇൻവാലിഡ് സിംപ്ലി ഫോർ ദ റീസൺ ഓഫ് ഇറ്റ്സ് എക്സ്ട്രാ ടെറിട്ടോറിയൽ ഓപ്പറേഷൻ എന്നാണ്. അതായത് ഈ രാജ്യത്തിന് പുറത്താണ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന കാരണം കൊണ്ട് മാത്രം ഒരു ഇന്ത്യൻ നിയമം റദ്ദായി പോകുന്നില്ല. ഇപ്പൊ അമേരിക്കക്ക് അതുപോലൊരു നിയമമുണ്ട്. ലോകത്ത് ഏത് രാജ്യത്ത് വെച്ച് ഒരു അമേരിക്കൻ പൗരൻ കൊല്ലപ്പെട്ടാലും ആ മരണത്തിന് കാരണമായവരെ ആ രാജ്യം ശിക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവും. ഓക്കെ, കാരണം അമേരിക്ക സ്വന്തം താല്പര്യപ്രകാരം ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്നും അവിടെ യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആളുകളെ കൊന്നിട്ടുണ്ടെന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് അവർ ഉപോത്ബലകമായിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങളുടെ പൗരന്മാരെ കൊന്നവരെ ഞങ്ങൾ ശിക്ഷിക്കും. അവിടെ പൊളിറ്റിക്കൽ മൈറ്റാണ് അവർ പ്രകടിപ്പിക്കുന്നത്. നമുക്ക് ഈ പറയുന്ന കാര്യം തിരിച്ചു ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇന്ത്യ വളർന്നു, ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പരസ്പര ബഹുമാനത്തിന്റെ ഒരു ഇടമായി എന്നുള്ളതാണ്. നരേന്ദ്രമോദിയോടുള്ള എൻ്റെ വ്യക്തിബന്ധം കൊണ്ട് ഈ പിടിച്ചെടുക്കപ്പെട്ട 150 ആളുകളെയും ഞാൻ യാത്രാ വിമാനത്തിൽ ഇവിടെ അന്തസ്സായി ലാൻഡ് ചെയ്യിപ്പിക്കുന്നു. അവർക്ക് എന്താണ്, അമേരിക്കയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർ യാത്രാരേഖകളോടെ വരാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നതിനെ പറ്റി ആലോചിച്ച് നോക്കിയേ. അവിടെ ഇന്ത്യക്ക് അന്തസ്സുണ്ട്, ഇന്ത്യ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. അത് നേടാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ നോക്കുക, ഇതിനേക്കാൾ ഫീബിളായ പ്രധാനമന്ത്രിയായിട്ട് നമ്മൾ പറയുന്ന ആളാണ് സ്വാഭാവികമായി ഈ പറയുന്ന ഒരു ഓറയും ഇല്ലാതെ 10 കൊല്ലം നിശബ്ദമായി ഇന്ത്യ ഭരിച്ച് കടന്നുപോയ ആളാണ് മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന്റെ കാലത്താണ് ദേവയാനി കോബ്രഗഡെ ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അതിനോടുള്ള ഇന്ത്യയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ആ പ്രതികരണത്തോട് അമേരിക്കക്ക് എങ്ങനെ പ്രതികരിക്കേണ്ടി വന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനു മുമ്പുള്ള വാജ്പേയി കാലം ആലോചിച്ച് നോക്കൂ. ലോകം മുഴുവൻ നമ്മളെ ഒരു പ്രതിരോധത്തിൽ നിർത്തുമെന്നും ഉപരോധത്തിൽ നിർത്തുമെന്നും അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പൊഖ്രാനിൽ 2ാമത്തെ ആറ്റോമിക് അവിടെ എല്ലാം പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ ശ്ലാഘിക്കപ്പെടേണ്ട ഒരു ശേഷി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, ഇത് മുഴുവൻ മാനിപ്പുലേറ്റീവ് എക്സസൈസുകളായി മാറുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇവിടെ സത്യത്തിൽ നമ്മൾ ഒരു കാര്യത്തിനെയും വസ്തുനിഷ്ഠമായി വിലയിരുത്താതെയാണ് നമ്മൾ ഇതിൽ പലതിലും ആഹ്ലാദം കണ്ടെത്തുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ സെക്കൻഡ് നെയിം ഉപയോഗിച്ച് വിളിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് രാജ്യത്തിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേസമയം നമുക്ക് അങ്ങോട്ടുള്ള ഇമ്പോർട്ട് ബാരിയറുകളെല്ലാം അതുപോലെ തന്നെ, നമ്മുടെ എക്സ്പോർട്ട് ബാരിയറുകളെല്ലാം അതുപോലെ തന്നെ നിൽക്കുന്നു. നമ്മുടെ സൈഡിൽ നിന്ന് മാത്രം നമുക്ക് വിട്ടുവീഴ്ചകൾ വേണ്ടി വരുന്നു എന്ന് പറയുന്നതിൽ ഒരു ജനത എന്ന നിലയിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളുമായി മെച്ചപ്പെട്ട ബന്ധമുണ്ട് അമേരിക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം, ഇപ്പൊ ഒരു വിസ ഓൺ അറൈവൽ നമുക്ക് അനുവദിക്കുന്നു എന്ന് പറയാം, ശരി, സന്തോഷമുള്ള കാര്യമാണ്, വലിയ കാര്യമാണ്. ഓക്കെ, അതല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുമായിട്ടുള്ള അവരുടെ മറ്റ് ട്രേഡ് റിലേഷൻഷിപ്പ് അവർ മെച്ചപ്പെടുത്തുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവരെ കോൺഫിഡൻസിൽ എടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ത്യയും ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണർ. കാരണം നമ്മളെ സംബന്ധിച്ച് അത് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കൂടുതൽ ജോലി ചെയ്യേണ്ടത് എന്തിനാണ്? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രയോറിറ്റി എന്തായിരിക്കണം? നമ്മുടെ നെയ്ബർഹുഡുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ നമ്മൾ അവരുമായിട്ട് സ്ഥിരം യുദ്ധാവസ്ഥ നിലനിൽക്കുന്നതിനെ നേരിടാൻ കഴിയുക എന്നുള്ളതാണ്. അതിനെ ബൈലാറ്ററൽ ടൈസ് മെച്ചപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ ഡിഫൻസിലേക്ക് പോകുന്ന നമ്മുടെ പണം നിയന്ത്രിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഓക്കെ, ഈ അടുത്ത കാലത്തായിട്ട് കേൾക്കുന്ന വേറൊരു നെറേറ്റീവാണ് യുദ്ധം വന്നാൽ നമ്മുടെ ഒപ്പം ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും നമ്മുടെ മോഡേൺ സൊസൈറ്റിക്ക് യുദ്ധം വേണ്ട. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമേരിക്കയിൽ ഒരു യുദ്ധം വന്നാൽ അത് അമേരിക്കനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമായിരുന്നത് പണ്ടാണ്. അതെ, തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ അംബാനിക്കും അദാനിക്കും അമേരിക്കൻ പൗരന്മാർക്കുള്ളതിനേക്കാൾ കൂടിയ ഇൻവെസ്റ്റ്മെന്റുകൾ ആ നാട്ടിലുണ്ട്. അവിടെ ബോംബിംഗ് ഉണ്ടായാൽ, പ്രശ്നം ഉണ്ടായാൽ അത് ബാധിക്കപ്പെടുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥേനെ കൂടെയാണ്. തിരിച്ചു അതെ. അപ്പൊ ഇന്ന് ലോകരാജ്യങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അപ്പൊ യുദ്ധം ഉണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ ആര് എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രയോറിറ്റി ആണോ? എത്രമാത്രമാണ്? അതിനേക്കാൾ വലിയ പ്രയോറിറ്റിയാണ് മൈഗ്രേഷൻ. മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ജനതയുടെ സമൂഹത്തിന്റെ മെച്ചം എന്തായിരിക്കണം എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അവരുടെ വെൽബീയിങ് അവിടെ ഉറപ്പുവരുത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം, ട്രേഡ് റിലേഷൻഷിപ്പ്, ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പ്രയോറിറ്റീസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എത്രത്തോളം അഭിമാനം കൊള്ളാനുണ്ട് എന്നുള്ളത് വളരെ ഒബ്ജക്റ്റീവായ ഒരു പഠനം അർഹിക്കുന്നുണ്ട്. നമ്മൾ ഭരണഘടനയെ കുറിച്ചാണ് ചർച്ച ചെയ്ത് തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും വർത്തമാനകാലത്ത് നിന്ന് 2 പ്രസക്തമായ കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഗവർണർമാർക്ക് എത്രത്തോളം ഭരണഘടന അധികാരം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാനും കേരളവും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് പറഞ്ഞു. എന്താണ് അതിൻ്റെ ഒരു വസ്തുത? അവിടെ പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്,
ഇപ്പൊ രാജ്യസഭ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ട്. ഓക്കെ, ശരിക്കും ബ്രിട്ടന്റെ ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന സങ്കല്പത്തിന്റെ ഒരു ഇന്ത്യൻ അഡാപ്റ്റേഷൻ ആണ്. പക്ഷേ ബ്രിട്ടനേക്കാൾ എത്രയോ ഭംഗിയായിട്ടാണ് നമ്മളത് ചെയ്തത്. കാരണം പ്രധാന വിഷയങ്ങളെല്ലാം നിയമനിർമ്മാണ അധികാരം പോയിരിക്കുന്നത് കേന്ദ്രത്തിനാണ്. കൺകറന്റ് ലിസ്റ്റിന് മേലെ അവർക്ക് നിയന്ത്രണമുണ്ട്. ഈ വസ്തുതകളിൽ സംസ്ഥാന താല്പര്യം പൂർണ്ണമായും അവഗണിക്കപ്പെടാതിരിക്കാനാണ് സംസ്ഥാനങ്ങളുടെ MLA-മാർ തിരഞ്ഞെടുക്കുന്ന രാജ്യസഭാ അംഗങ്ങളെ നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സമാനമായി ലോ ആൻഡ് ഓർഡർ, ലാൻഡ് മാനേജ്മെന്റ് തുടങ്ങിയ വളരെ ക്രൂഷ്യലായ കാര്യങ്ങൾ സംസ്ഥാനങ്ങളുടെ മാത്രം കിറ്റിയിലുണ്ട്. അവിടെ കേന്ദ്രത്തിനു കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുക എന്ന ഉദ്ദേശം, അതിനൊരു ബാലൻസ് ഓഫ് പവർ ഉണ്ടാവാനും കൂടെയാണ് ഗവർണർ എന്ന പദവിയെ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പ്രശ്നമുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഗവർണർ ഒരിക്കലും ആ സ്ഥലത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളല്ല. പക്ഷെ നമ്മൾ എന്തിന് പിന്നെ ഗവർണറുടെ ഒരു പോസ്റ്റ് വെച്ചു എന്ന് പറഞ്ഞാൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ടു സ്ട്രൈക്ക് എ ബാലൻസ് ഓഫ് പവർ ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സെന്റർ, നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തതാണ്. ഓക്കെ, പിന്നെ ഭരണഘടന എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ സ്പെസിഫിക് ആയ റോളുകളാണ് ഗവർണറോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ സുപ്രീം കോടതി നിരവധി തവണ ഇന്റർവീൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഗവർണർമാരോട് അവരുടെ നിലയ്ക്ക് നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഒരിക്കൽ ഗവർണറായി നിയമിക്കപ്പെട്ടാൽ ടു ആക്ട് ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദാറ്റ് സ്റ്റേറ്റ്, അതാണ് ഗവർണറുടെ ജോലി. അല്ലാതെ അയാളെ നിയമിച്ച സർക്കാരിന്റെ ഏജന്റ് ആയിട്ട് ഒരു സംസ്ഥാനത്ത് വന്ന് പ്രവർത്തിക്കുക അല്ല എന്ന് സ്പഷ്ടമായി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഭരണഘടനയുടെ ലെറ്ററും സ്പിരിറ്റും ഗവർണറും അത് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എല്ലാം നിങ്ങൾ നോക്കിയത്, നമ്മുടെ വളരെ നല്ല പബ്ലിക് മൊറാലിറ്റി ഉണ്ടായിരുന്ന മനുഷ്യരാണ് ഈ ഭരണഘടന എഴുതിയത്. അവരുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്ത കുഴപ്പങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതായത്, ഒരു ലെജിറ്റിമേറ്റ് ആയി പാസ്സാവുന്ന ബില്ല് ഒരു ഗവർണർ എന്ന പദവിയിൽ, ഉന്നത പദവിയിൽ നമ്മൾ നിയോഗിക്കുന്ന ഒരു മനുഷ്യൻ അകാരണമായും രാഷ്ട്രീയ ദുഷ്ടലാക്കൂടെയും തടഞ്ഞു വെക്കും എന്ന് സങ്കല്പിക്കാതിരുന്നു എന്നതാണ് ഭരണഘടനയ്ക്കുള്ള പരിമിതി. കാരണം അത്തരത്തിലുള്ള ഒരാൾ അവിടെ എത്തുമോ എന്ന് ചിന്തിക്കാൻ മാത്രം നല്ല ആൾക്കാരാണ് അത് എഴുതി വെച്ചിരിക്കുന്നതെന്ന് വേണം നമ്മൾ അതൊന്ന് മനസ്സിലാക്കാൻ. അപ്പോ ഭരണഘടന എന്ത് ചെയ്തില്ല, ലെജിറ്റിമേറ്റായി അസംബ്ലി പാസ്സാക്കുന്ന ഒരു നിയമം എത്ര ദിവസത്തിനുള്ളിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന കാര്യത്തിന് ഒരു സമയക്രമം വെച്ചില്ല. ആ സംസ്ഥാനത്തിന്റെ ഏറ്റവും ബെസ്റ്റ് ഇൻട്രസ്റ്റിൽ ഏറ്റവും വേഗം എന്ത് ചെയ്യുക, അത് ചെയ്യാന്നാണ് അർത്ഥം. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മൗനത്തിന് ദുർവ്യാഖ്യാനം ചെയ്യാണ്. വളരെ പോസിറ്റീവായ സെൻസിൽ ഭരണഘടന പുലർത്തിയിരിക്കുന്ന ഒരു മൗനം. അതായത് 2 ആഴ്ച സമയം എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് 2 ആഴ്ച ദീർഘിപ്പിക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം, ഇപ്പൊ കിട്ടിയ നാളെ ഒപ്പിട്ട് കൊടുക്കണേ കൊടുത്തേക്ക്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതല്ല, ഒരു കാര്യത്തെ പറ്റി കൂടുതൽ പഠനം അർഹിക്കുന്നുണ്ടെങ്കിൽ 1 മാസം എടുത്തോട്ടെ. ഇതിനു വേണ്ടിയിട്ടാണ് ഭരണഘടന എന്ത് പറഞ്ഞിരിക്കുന്നത്, ഒരു സ്പെസിഫിക് ടൈം ഫ്രെയിം അതിന്റെ കൂടെ വെക്കാത്തത്. ആ മൗനം ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയാണ്. അതിന്റെ മേലെ ബില്ലുകളുടെ മേലെ ഉറങ്ങുകയാണ്. അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ബില്ലുകൾ നമുക്ക് പാസ്സാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പൊളിറ്റിക്സ് എപ്പോഴെങ്കിലും യൂണിയനും സ്റ്റേറ്റും 2 രാഷ്ട്രീയത്തിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കുക, പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ വലിയ സാധ്യതകളെ ഇപ്പൊ നിങ്ങൾ നോക്ക്. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞൊരു സെക്ടർ ഉണ്ടാവുമെന്ന് കാൾ മാർക്സിന് അറിയില്ലായിരുന്നു. ഓക്കെ, ആഡം സ്മിത്തിന് അറിയില്ലായിരുന്നു. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യർക്ക് ലോകത്തെ മുഴുവൻ 100 രൂപ ഉണ്ടാകുമ്പോൾ അതിൽ 75 രൂപ ഉണ്ടാക്കാൻ പോകുന്നത് സർവീസ് സെക്ടർ, സേവന മേഖലയാണെന്ന് അറിയാതെയാണ് അവരത് എഴുതിയത്. അതുപോലെ ഇന്ത്യയിൽ ഇതിന് മാത്രം പ്രാദേശിക പാർട്ടികൾ ഉണ്ടാവുമെന്നും അവർ തമ്മിലുള്ള വടംവലി ഉണ്ടാവുമെന്നും ഉള്ള ഒരു ചരിത്രത്തിന്റെ എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്തത്, ഭരണഘടന എഴുതപ്പെടുന്നത്. ഭരണഘടന എഴുതുമ്പോൾ സംസ്ഥാനവും രാജ്യവും ഭരിക്കാൻ ഏതാണ്ട് ഒരേ രാഷ്ട്രീയമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു പരിമിതിയും കൂടെ ഉണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ടഗ് ഓഫ് വാർ ഡീൽ ചെയ്യാൻ ഒരുപാട് പ്രൊവിഷൻസ് സ്പെസിഫിക് ആയിട്ട് എഴുതാതിരുന്നത്. അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഭരണഘടനയുടെ മൗനത്തെ ഭരണഘടനയുടെ ലാർജർ സ്പിരിറ്റിനെതിരായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ആകെ ഒരു കാര്യം നോക്കിയാൽ മതി, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എടുത്ത് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, ആ പ്രിയാമ്പിൾ എങ്ങനെയാണ് നമ്മളോട് ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ മതി. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഫെഡറൽ സങ്കല്പങ്ങളുടെ അടിസ്ഥാന തത്വം എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഗവർണർ എവിടെയാണ് പ്ലേസ് ചെയ്യപ്പെടേണ്ടതെന്ന്. അപ്പൊ അയാൾ അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി. ഞാൻ പറയുന്നത്, ഭരണഘടനാ ധാർമ്മികത എന്ന് പറയുന്ന കാര്യത്തെ പറ്റി 2 കൂട്ടർക്കും അറിവുണ്ടായാൽ, 2 കൂട്ടർക്കും അറിവില്ലെങ്കിൽ അവരെ അത് ഓർമ്മിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ജനത ഉണ്ടായാൽ ഇതൊന്നും തർക്കങ്ങളല്ല.
ഈ ഭരണഘടനയെക്കുറിച്ചുള്ള നമ്മുടെ ഡിസ്കഷൻ അല്ലെങ്കിൽ ഫെഡറലിസത്തെ കുറിച്ചുള്ള നമ്മുടെ ആലോചനകൾ സ്വാഭാവികമായും ഒരു അവസാനത്തെ ചോദ്യം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേന്ദ്ര വിഹിതം അല്ലെങ്കിൽ പിന്നെ കേരളത്തിലേക്ക് കിട്ടേണ്ട വിഹിതം കിട്ടുന്നില്ല എന്നുള്ള വലിയ രൂപത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വലിയ വസ്തുതയും നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നത്? അത് അവിടെ നമ്മൾ ഭരണഘടനയ്ക്കകത്ത് നമ്മൾ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിൽ ഫെഡറൽ സങ്കല്പത്തിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് വരുത്തിയിട്ടുള്ള ചില ഭേദഗതികളും കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഇന്ത്യക്ക് ഇപ്പൊ ലോങ് ടേം പ്ലാനിങ് എന്നൊരു സങ്കല്പം ഇല്ല. അതായത് പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറഞ്ഞ് പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ഫലത്തിൽ വലിയ തോതിലുണ്ടായിരുന്ന ഒരു ബോഡി ഉണ്ടായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയിട്ടുള്ള ഒരു ബോഡി. അപ്പൊ സ്വാഭാവികമായും ഓരോ സംസ്ഥാനങ്ങളുടെയും ഡെവലപ്മെന്റൽ പ്രയോറിറ്റീസിനെ പറ്റി അവിടെ നിന്നുകൂടെ ഇൻപുട്ട് എടുത്ത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന നിലയിലെടുത്ത് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പഞ്ചവത്സര പദ്ധതി രൂപീകരിക്കുകയും അങ്ങനെ ഒരു ദീർഘകാല പ്ലാനിംഗ് ഉണ്ടാവുന്നു. ഷോർട്ട് ടേം പ്ലാനിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ കോൺസെപ്റ്റ് ആണ് ബജറ്റ്. ബജറ്റ് ഒരിക്കലും ഒരു ലോങ് ടേം പ്ലാനിങ് ഇൻസ്ട്രുമെന്റേ അല്ല. നിങ്ങൾ സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കിയാലും അത് ഒരൊറ്റ വർഷത്തേക്കുള്ള വിഭവ വിനിയോഗം മാത്രം നോക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പഞ്ചവത്സര പദ്ധതികൾ അങ്ങനെ ആയിരുന്നില്ല. ലോങ് ടേം പ്ലാനിങ് എന്ന് പറയുന്ന നമ്മൾ ഒരു ഉദ്ദേശിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററിൽ എത്തിപ്പെടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അതിനുവേണ്ടിയുള്ള പ്ലാനും പദ്ധതികളും ഉണ്ടാക്കുന്നു. അതിൽ റീജിയണൽ പ്രയോറിറ്റീസ് കൊടുക്കാൻ നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നു. ഇന്ന് നമുക്കതില്ല. യാതൊരു നിലയിലുള്ള എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ഇല്ലാത്ത, സംസ്ഥാനവും കേന്ദ്രവും ഗൗരവത്തിലെടുക്കാത്ത നീതി ആയോഗിനെയാണ് പകരം നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അവര് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആ നിലയിൽ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും നീതി ആയോഗിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നീതി ആയോഗ് നടന്ന പഠനങ്ങളെല്ലാം ഗംഭീരമാണ്. ആ പഠനങ്ങളുടെ ഫലമായിട്ട് വരുന്ന തിങ്ക് ടാങ്ക് എന്ന നിലയിൽ അവർ നല്ല ഇതാണ് ചെയ്യുന്നത്. പക്ഷെ എത്രത്തോളം ഗൗരവതരമായി അവരെ നിയമിച്ച് നിയന്ത്രിക്കുന്ന കേന്ദ്രം അവരെ പരിഗണിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് ന്യായമായ സംശയങ്ങളുണ്ട്. ഇവിടുത്തെ പ്രധാന പ്രശ്നം നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെയാണ്, ഇപ്പം ജിയോഗ്രഫിക്കലി നമ്മൾ ഭയങ്കര ഡൈവേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നോർത്ത് സൗത്ത് ഡിവൈഡ് ഉള്ളതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ഡിവൈഡ് ഉണ്ട് ഇന്ത്യയിൽ. വെറുതെ നിങ്ങൾ ആ സ്ഥലത്തുള്ള സ്ഥലങ്ങളെ പറ്റി ആലോചിച്ച് നോക്കിയാൽ മതി. ഈ സ്ഥലങ്ങളിൽ വലിയ അതുപോലെ തന്നെ കടലോരത്തെ ഇന്ത്യയും നദീതീരങ്ങളിലെ ഇന്ത്യയും തീർത്തും രണ്ടാണ്. ഇവിടുത്തെ എല്ലാം ഡെവലപ്മെന്റൽ പ്രയോറിറ്റീസും അതിനനുസരിച്ച് മാറും. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ പറയാണ് സെക്സ് റേഷ്യോ ഉയർത്തണം, അതായത് സ്ത്രീ പുരുഷ അനുപാതം ഉയർത്തണം. അതൊരു നാഷണൽ ഡെവലപ്മെന്റ് പ്രയോറിറ്റി. 2036 ഇന്ത്യ വെച്ചിരിക്കുന്നത് 952 എന്ന് പറഞ്ഞ സംഖ്യയാണ്. 1000 പുരുഷന്മാർക്ക് 952 സ്ത്രീകൾ. ഓക്കെ, കേരളത്തിൽ അത് നിലവിൽ എത്രയാണ്? അതെ. അപ്പം ഈ നാഷണൽ ഡെവലപ്മെന്റൽ പ്രയോറിറ്റിയിലേക്ക് പണം അനുവദിക്കുന്നു എന്ന് തീരുമാനിക്കുന്നു. കേരളത്തിന് കിട്ടുമോ? തീർച്ചയായിട്ടും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്തുണ്ട്, ജെൻഡർ ഡിഫറൻസസ് അഡ്രസ് ചെയ്യേണ്ട പ്രശ്നം കേരളത്തിൽ തീരെ ഇല്ല എന്ന് കരുതുന്നുണ്ടോ? സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നതിനപ്പുറം ക്വാളിറ്റി ഓഫ് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് അഡ്രസ് ചെയ്യപ്പെടേണ്ട പ്രശ്നമല്ലേ? അതെ. ഇവിടെ ഇഷ്ടം പോലെ വിഭാഗങ്ങൾ മനുഷ്യർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, സ്വാഭാവികമായും അസമത്വത്തിന്റെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനെ അഡ്രസ് ചെയ്യേണ്ട ഒരു ഡെവലപ്മെന്റൽ പ്രയോറിറ്റിയാണ് കേരളത്തിനുള്ളത്. അതൊരു റീജിയണൽ പ്രശ്നമാണ്. അതിനെ അഡ്രസ് ചെയ്യാൻ ഈ കാര്യത്തിന്റെ പേരിൽ തന്നെ ഒരു പണം കേരളത്തിന് വരണം എന്ന ഒരു ആലോചനയുടെ കാലമായില്ലേ? അതെ, തീർച്ചയായിട്ടും. അതേപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഭരണഘടന കൊണ്ടുവന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റിനൈസൻസിന് മുമ്പേ തന്നെ എല്ലാ ജാതി മത വിഭാഗങ്ങളിലും കൃത്യമായ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ പശ്ചാത്തലമുള്ള സ്ഥലമാണ് കേരളം. അതിനപ്പുറം തന്നെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പൊളിറ്റിക്സിന് ആദ്യം മുതലേ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസം, ജീവിത നിലവാരം ഇതെല്ലാം ഫോക്കൽ പോയിന്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ നോക്കി, ഈ പറയുന്ന പാരാമീറ്റേഴ്സിലെല്ലാം കേരളം മുമ്പോട്ട് പോയി. മെറ്റേണൽ മോർട്ടാലിറ്റി കേരളത്തിൽ 19 നമ്പർ. അതിന്റെ കാരണം കേരളത്തിൽ 3.5 ലക്ഷം ലൈവ് ബർത്തേ നടക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. അത് 10 ലക്ഷം ആയിരുന്നെങ്കിൽ കേരളത്തിന്റെ 1.9 എന്ത് കേരളത്തിലെ മാതൃമരണ നിരക്ക് എന്ന് പറയുന്നത്. ഇത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് കമ്പയർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇന്ത്യയിലെ മാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ മാതൃമരണ നിരക്കിന് വേണ്ടി നമ്മളൊരു ഡെവലപ്മെന്റൽ പ്രയോറിറ്റി വെക്കുന്നു. കാരണം നാഷണൽ ഡെവലപ്മെന്റൽ പ്രയോറിറ്റിയിൽ അത് ഇപ്പോഴും ഉണ്ട്, ഗുരുതരമായ പ്രശ്നമാണ്. അത് നമ്മൾ തീരുമാനിക്കുന്നു. കേരളത്തിന് ഫണ്ട് അനുവദിക്കുമോ? എന്നാൽ കേരളത്തിന് അതേ സമയത്ത് അൺഓർഗനൈസ്ഡ് സെക്ടർ പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് നമുക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് കൊടുക്കലായിരിക്കില്ലേ കേരളത്തിന്റെ പ്രയോറിറ്റി? അപ്പൊ നമുക്ക് അതിനു വേണ്ടി ഒരു പണം വിനിയോഗിക്കണ്ടേ?
അതായത് അവികസിതമായ സംസ്ഥാനങ്ങളുടെ വികസനം എന്നതൊരു പ്രയോറിറ്റി ആയിരിക്കുമ്പോൾ തന്നെ വികസിത സംസ്ഥാനങ്ങൾ അടുത്ത നിലയിലേക്ക് പോവുക എന്നത് കൂടി ഒരു രാജ്യത്ത് പ്രധാനപ്പെട്ടതല്ലേ. ആ വികസിതമായ സംസ്ഥാനങ്ങളുടെ സ്റ്റാഗ്നേഷനിൽ നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ അപ്പുറത്ത് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത സംഭവിക്കാൻ പോകുന്ന പ്രശ്നം എന്താണ്? നിലവിൽ 1 രൂപ ഈ രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് 50 രൂപയുടെ സേവനം വാങ്ങാൻ ശേഷിയുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം നിൽക്കുന്നു. നിങ്ങൾ കേരളത്തെ നിരന്തരം തഴയുന്നു. എന്ത് സംഭവിക്കും? ഈ 1 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ശേഷിയെ അത് ബാധിക്കും. ബാധിച്ചാൽ എന്ത് സംഭവിക്കും? ഈ നാഷണൽ ഡെവലപ്മെന്റൽ പ്രയോറിറ്റിക്ക് എവിടെ നിന്ന് പണം കിട്ടും? അപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ അവരുടെ കോഴ്സ് ഓഫ് ഡെവലപ്മെന്റിനെ തടഞ്ഞുകൊണ്ടല്ല ഇത് ചെയ്യേണ്ടത്. അതിന് നിങ്ങൾക്ക് ഇപ്പൊ ഫിനാൻസ് കമ്മീഷൻ നമ്മൾ പറയുന്ന ഈ നമ്മൾ എന്താണ് അതൊരു റേഷ്യോ അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം മെഹലനോബിസ് റേഷ്യോ എന്ന് പറഞ്ഞാണ് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് മെഹലനോബിസ് മുഖർജി റേഷ്യോ എന്ന് പറയുന്ന പിൽക്കാലത്ത് മാറ്റപ്പെട്ടിട്ടുള്ളത്. ഇപ്പൊ ഇത്തരം ഒരു ഫിക്സഡ് റേഷ്യോ ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ രാജ്യത്തിന്റെ ആവശ്യം മാറിയിട്ടുണ്ട്. ആ മാറിയ ആവശ്യത്തിനനുസരിച്ച് ഇത് പരിഷ്കരിക്കലല്ലേ നമ്മുടെ ജോലി? അതെ അതെ അതെ, അങ്ങനെയല്ലേ ഒരു പ്രോഗ്രസീവ് ഗവേണൻസ് നടക്കേണ്ടത്. ഇപ്പൊ നിലവിലുള്ള ഈ പറയുന്ന വിഭവത്തിന്റെ ഈ വിതരണം എന്ന് പറയുന്നതിൽ എന്തുണ്ട്? കാര്യമായ പ്രശ്നമുണ്ട്. ഇനി അതേപോലെ തന്നെ ഒരു ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ് ആയിട്ട് GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. കേരളം പോലെ വലിയ തോതിൽ ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും സ്വയം മാനുഫാക്ചർ ചെയ്യാനോ കൃഷി ചെയ്തുണ്ടാക്കാനോ സ്ഥലമില്ലാത്ത, ഭൂലഭ്യതയില്ലാത്ത ഒരു സ്ഥലത്തിനെ GST ബാധിക്കും. കാരണം എന്താണ്? നമ്മുടെ ചെക്ക് പോസ്റ്റുകളിൽ കളക്ട് ചെയ്തിരുന്ന, ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടിയിരുന്ന ആ നികുതി ഇനിയില്ല. അതിന് പകരം അത് വരുന്ന സ്ഥലത്ത് ഒറ്റ ടാക്സ് അടച്ചിട്ട് ആ E-way ബില്ലുമായിട്ട് ഇവർ വരികയാണ്. അപ്പൊ നമുക്ക് കിട്ടുമായിരുന്ന നികുതിനെ അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യപ്പെടണ്ടേ? ഓക്കെ, അപ്പൊ ആ നഷ്ടം സാങ്കേതികമായി കോമ്പൻസേഷൻ പീരീഡ് തീർന്നു എന്നതുകൊണ്ട് മാത്രമല്ല നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. ആ കോമ്പൻസേഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് രാജ്യത്തിന്റെ നമ്മുടെ നാടിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ അതിനോട് അനുഭാവപൂർവ്വം പരിഗണിക്കണ്ടേ? കേരളം വേറെ രാജ്യമല്ല എന്ന തിരിച്ചുപയോഗിക്കുന്ന മുദ്രാവാക്യം ഇവിടുന്ന് അങ്ങോട്ടും പറയുമ്പോഴും ബാധകമാണ്. കേരളം ഇന്ത്യ രാജ്യത്തിന്റെ ഭാഗമാണ്. കേരളത്തിന്റെ താല്പര്യങ്ങളും കേരളത്തിന്റെ ഡെവലപ്മെന്റും അതിന്റെ ഭാഗമായി തന്നെയുള്ളതാണ്. ഇവിടെയും ഞാൻ പറയുന്നു, ഇതൊരിക്കലും കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ കേരളം ഭരിക്കുന്ന സർക്കാരിന്റെയോ പ്രശ്നമല്ല. ഞാനും നിങ്ങളും ഇനി വരാൻ പോകുന്ന തലമുറയും ഉൾപ്പെടുന്ന കേരളത്തിലെ എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ് കേന്ദ്ര വിഹിതത്തിൽ നിന്ന് നമുക്ക് കൃത്യമായ പണം കിട്ടണമെന്നുള്ളത്. വ്യത്യസ്തമായ നമ്മളുടെ ഡെവലപ്മെന്റൽ പ്രയോറിറ്റിയും പരിഗണിക്കപ്പെടണമെന്നുള്ളത്. ഇപ്പൊ കേരളത്തിന് ഒരു മാനുഫാക്ചറിങ് സൂപ്പർ പവർ ആവാൻ പറ്റാത്തതിന് നമ്മൾ അപമാനിക്കുന്നു. ഏറ്റവും ലളിതമായി മനസ്സിലാക്കുക, മാനുഫാക്ചറിങ് സൂപ്പർ പവർ ആവണമെങ്കിൽ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള റിസോഴ്സ് ലാൻഡാണ്. നമുക്കതില്ല. 1 സെന്റ് ഭൂമിക്ക് 60 ലക്ഷം രൂപ വരെയൊക്കെ വരുന്നത് പോലെയുള്ള സെന്റേഴ്സ് ആണ് കേരളത്തിലുള്ളത്. നിങ്ങൾ ഇവിടെ കേരളം അതേപോലെ തന്നെ നോക്കുക, റൂറൽ അർബൻ ഡിവൈഡ് വളരെ കുറവാണ്. കണ്ടിന്യൂസ് സബർബാണ് കേരളം. അതൊരു ഒരു പ്രശ്നമാണ്. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്തില്ല, ഇവിടെ ലാൻഡ്, വില കുറഞ്ഞ ലാൻഡ് നമുക്ക് കിട്ടാനില്ല. ഇപ്പൊ ഒരു ടാറ്റ നാനോ പ്ലാന്റ് വരുന്നു എന്ന് പറയുമ്പോൾ, നാനോ പ്ലാന്റ് വരുമ്പോൾ ഗുജറാത്ത് ഏതാണ്ട് 25,000 കോടി മൂല്യമുള്ള ലാൻഡ് അവർക്ക് വെറുതെ കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് ചിന്തിക്കാൻ പറ്റില്ല അത്രയും ഭൂമി വെറുതെ കൊടുത്തുകൊണ്ട് ഒരു ഇത് വരാൻ. BMW പ്ലാന്റ് വരണമെങ്കിൽ അവരുടെ പ്രധാന പ്രയോറിറ്റികളിൽ ഒന്ന് നിങ്ങൾക്കൊരു പോർട്ടിനോട് ചേർന്ന് സ്ഥലം വേണം എന്നുള്ളതാണ്. കേരളത്തിൽ ഏത് പോർട്ടിനോട് ചേർന്നാണ് നമ്മൾ അവരുടെ പ്ലാന്റ് നിർമ്മിക്കാൻ ആവശ്യമുള്ള 500-1000 ഏക്കർ സ്ഥലം കണ്ടെത്തി കൊടുക്കുക? അതിനുവേണ്ടി നമ്മൾ മനുഷ്യരെ എങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യും? ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള സ്ഥലമാണ് കേരളം. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ, അപ്പൊ കേരളത്തിന് എന്താണ് ചെയ്യാൻ പറ്റുക? കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സെന്റർ ഫോർ എക്സലൻസുകളാക്കി മാറ്റാം. ഹൈ വാല്യൂ സർവീസുകളുടെ എക്സ്പോർട്ടിനെ പറ്റി ആലോചിക്കാം. കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഡാറ്റാ സെന്ററുകൾ പോലത്തെ സാധനങ്ങളുടെ സാധ്യതകൾ പരിശോധിക്കാം. അങ്ങനെ കേരളത്തിന് അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ഒരു സാധ്യത മാനുഫാക്ചറിങ്ങിന് ഇന്നുണ്ടോ എന്നും കൂടെ മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഒരൊറ്റ ഫോണും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഫോക്സ്കോൺ എന്ന് പറയുന്ന കമ്പനിയാണ് വിയറ്റ്നാമിൽ ഇരുന്ന് എന്ത് ചെയ്യുന്നത്? ഈ ഫോണുകൾ മുഴുവൻ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പൊ അവരെന്ത് വെറ്റിട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ എൻറ്റിറ്റി ആയി നിൽക്കുന്നത്? ഇന്നൊവേഷനും മാർക്കറ്റിങ്ങും ആണ് അവർ ചെയ്യുന്ന പണി. കേരളത്തിനും അതുപോലത്തെ സാധ്യതകളാണ് കൂടുതലുള്ളത്. അല്ലാതെ ആ സാധനം ഇവിടെ തന്നെ ഉണ്ടാക്കണം നമ്മൾ വാശി പിടിക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ പണ്ട് അമേരിക്കയിൽ ഒരു സാധനം മാനുഫാക്ചർ ചെയ്യാൻ, ഇപ്പൊ ആപ്പിളിനെ സംബന്ധിച്ച് അവരുടെ ഫോൺ മാനുഫാക്ചർ ചെയ്യാൻ അവിടെ $100 ചെലവ്. അത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് ചൈനയിലോ വിയറ്റ്നാമിലോ ചെയ്താൽ
അത് $40 തീരുന്നു. ഈ $60 മാർജിനാണ് ആ മാനുഫാക്ചറിങ് യൂണിറ്റിനെ ഇങ്ങോട്ട് മാറ്റി വെക്കാൻ അവരെ പ്രേരിപ്പിച്ചിരുന്ന ഘടകം. ഇന്നത്തെ പ്രയോറിറ്റി നോക്കൂ. വിയറ്റ്നാമിൽ പ്രൂവൺ പ്രാക്ടീസിൽ അത് നമുക്ക് $50 ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ വേണമെങ്കിൽ അത് $45 ആക്കാൻ പറ്റുമായിരിക്കും. ഈ $5 മാർജിന് ഈ പണിയെടുക്കാൻ ആര് തയ്യാറാവില്ല? ഈ പറഞ്ഞ സോ കോൾഡ് ഇൻവെസ്റ്റേഴ്സ് തയ്യാറാവണമെന്നില്ല. അപ്പൊ നമുക്ക് അന്നത്തെ പോലത്തെ ഗുണവുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ സത്യത്തിൽ എന്താണ്, നമുക്ക് വിട്ടുപോയ വണ്ടിയാണ് മാനുഫാക്ചറിങ്ങിന്റെ. അതിൽ ഓടിക്കയറാൻ നോക്കി അതിന്റെ ടയറിന്റെ അടി വീഴുന്നതിനെക്കാട്ടിലും ലോകം അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ടാ വെക്കുന്നത് നോക്കിയിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് കുറച്ചുകൂടി യുക്തിഭദ്രമായിട്ടുള്ള കാര്യം. അപ്പൊ അതിനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഇപ്പൊ കേരളത്തിന്റെ ഡെവലപ്മെന്റൽ പ്രയോറിറ്റീസും തീർച്ചയായിട്ടും ഇന്ത്യ പരിഗണിക്കേണ്ടതാണ്. കാരണം കേരളം ഫ്ലാഗ് ബെയറർ ആയി പോയി എന്നുള്ളത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും നഷ്ടം സഹിക്കാൻ പറ്റില്ല. എല്ലാവരും ഓടിയെത്തുന്നവരെ അവിടെ നിർത്താൻ പറ്റില്ല. അന്നേരം പ്രശ്നം ഉണ്ടാവും. അന്നേരം നമ്മുടെ തലമുറ എന്ത് ചെയ്യും? കൂടുതൽ വേഗത്തിൽ ഓടുന്ന നാട്ടിലേക്ക് പോകും. അതിന് കേരളത്തിനല്ല കുറ്റം പറയേണ്ടത്. അതെ, കാരണം കേരളം മതിയായ ഗതിവേഗം കൈവരിക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് നിലവിൽ ഓടി ഇവിടെ എത്തിയിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? അടുത്ത ഗതിവേഗമുള്ള സ്ഥലം തേടി പോകുന്നത്. കേരളത്തിന് മൈഗ്രേഷൻ കൂടുന്നതിന്റെ കാരണം കേരളം മോശപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ടല്ല. കേരളം ഈ പറയുന്ന എക്സ്പോർട്ട് ക്വാളിറ്റി മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അത് പണ്ടേ അത് അങ്ങനെ തന്നെയാണ്. കേരളത്തിന് എപ്പോഴും പറയുന്നത് റെമിറ്റൻസ് കൊണ്ട് വളർന്നൊരു നാട് എന്നുള്ളതാണ്. റെമിറ്റൻസ് കൊണ്ട് കേരളം വളർന്നു എന്ന് പറയുന്നതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മരപ്പണി അറിയുന്ന ഒരാൾക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസവും കൂടെ കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിച്ചതുകൊണ്ടാണ്. ഓക്കെ. ഇതേ സമയം നോർത്തിൽ നിങ്ങൾ ഇപ്പോഴും നോക്കിക്കോളൂ, ട്രേഡ് ക്രാഫ്റ്റുകൾ എപ്പോഴും ഒരു കാസ്റ്റുമായി ബന്ധപ്പെട്ട് ജീൻ പൂൾ വഴി മാത്രം ട്രാവൽ ചെയ്യുന്നു. അതിനോടൊപ്പം വേണ്ടുന്ന അടിസ്ഥാന വിദ്യാഭ്യാസമോ ജീവിത നിലവാരമോ അവർ കൈവരിക്കാതെ പോകുന്നു. അതുകൊണ്ട് എന്താണ്, ഇതേ സ്കിൽ സെറ്റ് അവിടെ ഉണ്ടെങ്കിലും ആ സ്കിൽ സെറ്റിന് മറ്റൊരു രാജ്യത്ത് പോയി അവനവന്റെ കൂലിയുടെ 12 ഇരട്ടി വാങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പം റെമിറ്റൻസ് വന്നിട്ട് കേരളം നന്നാവുകയല്ല, ഹെൽത്തിലും ഹ്യൂമൻ വെൽബീയിങ്ങിലും എഡ്യൂക്കേഷനിലും സോഷ്യൽ സെക്യൂരിറ്റിയിലും കേരളം നടത്തിയ നിക്ഷേപങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ആളുകളെ വിദേശത്ത് കൊണ്ടുവരാനും നമുക്ക് കൂടുതൽ മൂല്യം ഉണ്ടാക്കാനും പറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അത് തെറ്റായ ഒരു കാര്യമായിട്ടല്ല മനസ്സിലാക്കേണ്ടത്. ആ സാധ്യത മറ്റുള്ളവർക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. മൈഗ്രേഷൻ ഒരു റിയാലിറ്റിയാണ്, അത് നടക്കുക തന്നെ ചെയ്യും. വിശദമായി തന്നെ ഒരു ഭരണഘടന ഒരു ജനതയുടെ ആയുധമായി തീരേണ്ടത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചതിന് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വിഷയവുമായി കാണാം.